الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاذات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله 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 لا إله إلا الله. إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم رحمن يا رب നിന്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ് ഇവിടെ ദിക്ർ സ്വലാത്ത് ഖുർആൻ ശരീഫ് റഹ്മാനെ നീ സ്വീകരിക്കണം റഹ്മാനെ നീ ഖബൂൽ ചെയ്യണം അല്ലാഹ് നീ ഖായിബകൽ റഹ്മാനെ റബ്ബി ഇവിടെ കൈന വജലാനി യാ റതീബ് അതുപോലെ തന്നെ റബ്ബേ ഞങ്ങൾ ഓതിയന്റെ എല്ലാം മിഥൽ സവാബ് ഞങ്ങൾ ഇവിടെ കിടക്കുന്ന എല്ലാ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾ സാദാത്യങ്ങൾ അഹ്ലു ബൈത്ത് അവരുടെ ഹളറത്തിലേക്ക് ഇതിന്റെ മിഥൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ പോരാ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദന്മാർ മാതാപിതാക്കൾ ജ്യേഷ്ഠന്മാർ കുടുംബക്കാർ മക്കൾ അവരെല്ലാം ഹളറത്തിലേക്ക് ഇതിന്റെ മിഥൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ പോരാ ഈ മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മഹല്ല് നിവാസികൾ ഹളറത്തിലേക്കും ഇതിന്റെ മിഥൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ പോരാ ഞങ്ങളെല്ലാം നേതാവും ശൈഖുമായ താജുൽ ഉലമന്റെ ഹളറത്തിലേക്ക് ഇതിന്റെ മിഥൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ പോരാ ഞങ്ങൾ ഓതിയതെല്ലാം ഞങ്ങളുടെ ബാപ്പയായ ഇവിടുത്തെ എല്ലാം ശൈഖും മുർഷിദുമെല്ലുമായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഹദിയ ചെയ്യുന്നു റബ്ബേ നീ സ്വീകരിക്കണം റഹ്മാനെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ നീ ഖായിബകൽ അല്ലാഹ് ഈ ഓതിയന്റെ എല്ലാം മിഥൽ സവാബ് അവരുടെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ ദുആ നീ ഖായിബകൽ അല്ലാഹ് റഹ്മാനായ റബ്ബി മജ്ലിസിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് പല നിലക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് ഞങ്ങളോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതിന് അല്ലാഹ് അവരെല്ലാം ഹലാലായ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ ഈമാനും നീ സലാമത്താക്കി തരണം അല്ലാഹ് ഈമാൻ നീ സലാമത്താക്കി തരണം റഹ്മാനെ മാരകമായ രോഗം പിടിപെട്ട് കടന്നു എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് നബിന്റെ ഉമ്മത്തീങ്ങളിൽ നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതിന് അല്ലാഹ് നീ ശിഫ കൊടുക്കണം റഹ്മാനെ ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഈ ജലാനിയ റാത്തിബിന്റെ ശൈഖന്മാരെ ബർക്കത്ത് കൊണ്ട് ഓദുല്ല തങ്ങളെ ബർക്കത്ത് കൊണ്ട് താജുൽ ഉലമന്റെ ബർക്കത്ത് കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ ശിഫ കൊടുക്കണം റഹ്മാനെ ക്ഷമിക്കാനുള്ള ക്ഷമ നീ നൽകണം അല്ലാഹ് നീ നൽകണം റഹ്മാനെ നീ നൽകണം റഹ്മാനെ പോരാ ഈമാനും നീ സലാമത്താക്കി കൊടുക്കണം അല്ലാഹ് ഈമാനും നീ സലാമത്താക്കി തരണം റഹ്മാനെ റഹ്മാനായ റബ്ബേ ക്യാൻസർ പിടിപെട്ട് കിടക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഉമ്മത്തികളിലുണ്ട് അല്ലാഹ് നീ ശിഫ കൊടുക്കണം റഹ്മാനെ ക്യാൻസറിൽ തന്നെ പല വിഭാഗത്തിലുള്ള ബ്ലഡ് ക്യാൻസർ ഏറ്റവും ഇതായതെല്ലാം നീ ശിഫ കൊടുക്കണം റഹ്മാനെ അങ്ങനെ പല രൂപത്തിലുള്ള ക്യാൻസറും നീ ശിഫ കൊടുക്കണം റഹ്മാനെ മാരകമായ രോഗം റബ്ബേ ക്യാൻസർ പല നിലക്കുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് കീമോക്ക് വേണ്ടി പറഞ്ഞവരുണ്ട് അങ്ങനെ പല രൂപത്തിൽ അധികരിച്ചവരുണ്ട് അല്ലാഹ് നീ ശിഫ കൊടുക്കണം റഹ്മാനെ നീ ശിഫ കൊടുക്കണം റഹ്മാനെ നീ ശിഫ കൊടുക്കണം റഹ്മാനെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും ക്യാൻസർ ബാധിച്ച് വെട്ടിമുറിച്ചു അതുപോലെ കീമോ ചെയ്തു അങ്ങനെ ഓരോന്നും മനുഷ്യന്റെ ഓരോ അവയവങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല അല്ലാഹ് വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല റഹ്മാനെ നീ വരുത്തിക്കല്ല റഹ്മാനെ ക്ഷമിക്കാനുള്ള ക്ഷമ നീ നൽകണം അല്ലാഹ് നീ നൽകണം റഹ്മാനെ ഈമാൻ നീ സലാമത്താക്കി കൊടുക്കണം അല്ലാഹ്
റഹ്മാനായ ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് കിടക്കുന്നവരുണ്ട്, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. കിഡ്നി സ്റ്റോൺ ഉള്ളവരുണ്ട്, നീ ശിഫ കൊടുക്കണം അല്ലാഹ്. കിഡ്നി ഫെയിലായി മണിക്കൂർ വെച്ച് ഡയാലിസിസ് ചെയ്യുന്ന എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത്, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ വള്ളപ്പാണ്ട് പിടിച്ചവരുണ്ട്, ഈസാ നബിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ശരീരം മുഴുവനും തോലി അടർന്ന രോഗമുണ്ട്, ശിഫ കൊടുക്കണം റഹ്മാനെ. ശരീരം മുഴുവനും വശപ്പെട്ട ചൊറി അനുഭവിച്ച് ഒട്ടിമുറിയുന്ന അവസ്ഥയിലേക്കുണ്ട് അല്ലാഹ്, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റിഫായി ശൈഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ നിത്യമായ തലവേദന ഉള്ളവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നിത്യമായ നടുവേദന നീ ശിഫ കൊടുക്കണം റഹ്മാനെ. കാൽമുട്ട് വേദന നീ ശിഫ കൊടുക്കണം റഹ്മാനെ. കൈമുട്ട് വേദന നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ശരീരം മുഴുവനും തളർച്ചയുള്ളവർ നീ ശിഫ കൊടുക്കണം അല്ലാഹ്, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. തളർച്ച വന്ന് ബെഡിലുരുട്ടി അവരുടെയും കൂടെയുള്ളവരുടെ അവസ്ഥ ഈമാൻ പരീക്ഷിക്കുന്ന അവസ്ഥ നീയാക്കല്ല അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ദീർഘായുസ്സുള്ള ആഫിയത്തോടുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ആഫിയത്തില്ലാതെ ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ജ്യേഷ്ഠന്മാർ, കുടുംബക്കാർ, മക്കൾക്ക് ഭാരമാകുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ വരുത്തിക്കല്ല റഹ്മാനെ. ഉള്ളവർക്ക് അതിന് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ക്ഷമിക്കാനുള്ള ക്ഷമ നൽകണം റഹ്മാനെ. ഉള്ളവർക്ക് അവരുടെ ബന്ധുമിത്താബികൾ ആരൊക്കെ അതിന് അർഹതപ്പെട്ടവരുണ്ടോ അവർക്കെല്ലാം അതിനെ ശുശ്രൂഷിക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. അത് കാരണമായി ഈമാൻ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. അത് കാരണമായി ഈമാൻ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. സലാമത്താക്കി തരണം അല്ലാഹ്, നീ സലാമത്താക്കി തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, റഹ്മാനായ റബ്ബേ കണ്ണുണ്ട് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച പ്രദാനം ചെയ്യണം റഹ്മാനെ. ചെവിയുണ്ട് കേൾവിയില്ലാത്തവർ കേൾവി പ്രദാനം ചെയ്യണം റഹ്മാനെ. നാവുണ്ട് സംസാരമില്ലാത്തവർക്ക് സംസാരം പ്രദാനം ചെയ്യണം റഹ്മാനെ. നാവുണ്ട് സംസാരമില്ലാത്തവർക്ക് സംസാരം പ്രദാനം ചെയ്യണം റഹ്മാനെ. ശബ്ദത്തിന് കോട്ടമുണ്ടെന്ന് ശിഫ കൊടുക്കണം റഹ്മാനെ. സംസാരത്തിന് വിക്കുള്ളവരെ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ശിഫ നീ കൊടുക്കണം റഹ്മാനെ. നല്ല സംസാരം നീ നൽകണം അല്ലാഹ്, നീ നൽകണം റഹ്മാനെ. നീ നൽകണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ മൂത്രത്തിൽ പഴുപ്പുള്ളവരെ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. മൂത്രവാർച്ചയുള്ളവരെ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. മൂത്രത്തിൽ കല്ലുള്ളവരെ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ മൂത്ര സൽഫ് വാർച്ചയുള്ളവരെ നീ ശിഫ കൊടുക്കണം അല്ലാഹ്. സൽഫിൽ തന്നെ പല രൂപത്തിലുമായി ജീവിതം മുഴുവനും നജസിലായി ഇബാദത്തിന് കോട്ടം വരുന്ന അവസ്ഥ ഉള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ തൊട്ട് അങ്ങനെയുള്ള രോഗങ്ങൾ തൊട്ട് കാത്ത് രക്ഷിക്കണം അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കള്, ജ്യേഷ്ഠന്മാർ, കുടുംബക്കാർ, ഉസ്താദുമാർതും ഇവിടെ ഉള്ളവരെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. ജീവിതം മുഴുവനും നജസിലായ ഒരു വഷളാകുന്ന രോഗം ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ്. ഖിയാമം വരുന്ന ദുരിയാത്തുകൾക്കും നീ നൽകല്ല റഹ്മാനെ. നീ നൽകല്ല റഹ്മാനെ. നീ നൽകല്ല റഹ്മാനെ. റഹ്മാനായ റബ്ബേ അങ്ങനെ ഒരു വഷളാകുന്ന രോഗം ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. അബ്ബേ പട്ടിണി മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങളിൽ വെച്ച് കയ്യാട്ടിയാജിയുള്ളൊരു മരണം ഞങ്ങൾക്ക് നീ വിധിക്കല്ല അല്ലാഹ്. പട്ടിണി മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങളിൽ വെച്ച് കയ്യാട്ടിയാജുള്ള മരണം ഞങ്ങൾക്ക് നീ വിധിക്കല്ല റഹ്മാനെ. ആ നിലക്കുള്ള ജീവിതവും ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. കയ്യാട്ടിയാജുള്ളൊരു ജീവിതം, അങ്ങനെ ഒരു യാചന ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. ഉള്ളവർക്ക് അവരുടെ സാമ്പത്തിക പുരോഗതി നീ നൽകി കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ഫത്ഹ് നൽകണം അല്ലാഹ്. അങ്ങനെ ഉള്ളവർ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് സംഘടനാ തലത്തിലും എല്ലാതെയും സാന്ത്വനമായും എല്ലാം സഹായിച്ച് പ്രവർത്തിക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് അവർക്കെല്ലാം നീ ഖൈറും ബറകത്തും നിഅമത്തും ഇസ്സത്തും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്. നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരുടെ ഈമാൻ നീ സലാമത്താക്കി തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ സിഹറിനെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. സിഹർ ആര് ചെയ്തുവോ ചെയ്തവരിലേക്ക് നീ മടക്കണം അല്ലാഹ്. സിഹർ കൊണ്ട് റബ്ബേ സുന്നത്തമാത്തിന്റെ സ്ഥാപനം നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് സുന്നത്തമാത്തിന്റെ മഹല്ലത്തിനെ നശിപ്പിക്കല്ല അല്ലാഹ്.
സിഹർ കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന നീ ഭിന്നിപ്പിലാക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ സയ്യിദന്മാർ ആലിമീങ്ങൾ തമ്മിൽ നീ ഫിർഖത്താക്കല്ല അല്ലാഹ്. സിഹർ കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ സയ്യിദന്മാർ ആലിമീങ്ങൾ നീ നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ നീ നശിപ്പിക്കല്ല അല്ലാഹ്. സിഹർ കൊണ്ട് ഭാര്യ ഭർത്താവ് ബന്ധം ഫിർഖത്താക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് ജ്യേഷ്ഠന്മാർ തമ്മിൽ ബന്ധം ഫിർഖത്താക്കല്ല അല്ലാഹ്. സിഹർ കൊണ്ട് ജ്യേഷ്ഠന്മാർ തമ്മിൽ ബന്ധം ഫിർഖത്താക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് ജ്യേഷ്ഠന്മാർ തമ്മിൽ ബന്ധം നീ ഫിർഖത്താക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് റബ്ബേ കച്ചവടം നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് ബിസിനസ് നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് നീ ബിസിനസ് നശിപ്പിക്കല്ല അല്ലാഹ്. സിഹർ കൊണ്ട് ജോലി നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. സിഹർ കൊണ്ട് ബുദ്ധിക്ക് കോട്ടം വരുത്തിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് മാരകമായ രോഗം നീ വരുത്തിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് വാഹന മുതലുകൾ വീട് മുതലുകൾ നീ നശിപ്പിക്കല്ല അല്ലാഹ്. സിഹർ കൊണ്ട് എന്നും വീടുകളിലും കുടുംബത്തിലും ജീവിതത്തിലും നീ പ്രയാസം നീ അനുഭവിപ്പിക്കല്ല റഹ്മാനെ. പ്രയാസം നീ വരുത്തിക്കല്ല അല്ലാഹ്. നീ വരുത്തിക്കല്ല റഹ്മാനെ. നീ വരുത്തിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് നീ അപകടം വരുത്തിക്കല്ല റഹ്മാനെ. റബ്ബേ സിഹർ കൊണ്ട് ബിസിനസ്സും കച്ചവടം ജോലിയും നീ നശിപ്പിക്കല്ല അല്ലാഹ്. ബുദ്ധിക്ക് കോട്ടം വരുത്തിക്കല്ല റഹ്മാനെ. റബ്ബേ സിഹർ ആര് ചെയ്തുവോ ചെയ്തവരിലേക്ക് നീ മടക്കണം റഹ്മാനെ. അല്ലെങ്കിൽ അവരെ ശർറ് ഞങ്ങളെ വിദൂരപ്പെടുത്തി തരണം റഹ്മാനെ. അല്ലെങ്കിൽ ഞങ്ങൾ കണ്ണ് നീ കാണിച്ചു കളയണം അല്ലാഹ്. ഞങ്ങളെ നീ നേർവയിലാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ബാത്തിലാക്കിയാൽ ബാത്തിലാകുന്ന കാര്യമല്ല. ഞങ്ങൾ ഒന്ന് ഖുർആൻ ശരീഫിന്റെ ബർക്കത്ത് കൊണ്ടും ദിക്റിന്റെ ബർക്കത്ത് കൊണ്ടും സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ടും അങ്ങനെയുള്ള മജ്ലിസിന്റെ ബഹുമാനം കൊണ്ടും നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. നീ ബാത്തിലാക്കി തരണം അല്ലാഹ്. നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. അബേ കണ്ണന്മാരെ കണ്ണൊടുക്കാതെ രക്ഷിക്കണം റഹ്മാനെ. കൊള്ളക്കാരെ കൊടുക്കാതെ രക്ഷിക്കണം റഹ്മാനെ. ഫിത്നക്കാരെ ഫിത്നക്കാതെ രക്ഷിക്കണം റഹ്മാനെ. ഹസദീങ്ങളെ ഹസദിനൊടുക്കാതെ രക്ഷിക്കണം റഹ്മാനെ. കിബറന്മാരെ കിബറൊടുക്കാതെ രക്ഷിക്കണം അല്ലാഹ്. ളാലിമിന്റെ ദുൽമിനെ നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. ളാലിമിന്റെ ദുൽമിനെ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. മക്രീങ്ങളെ മക്കളെ കാത്ത് രക്ഷിക്കണം അല്ലാഹ്. അബേ നമ്മളെ ഖൽബ് നീ ഫിത്നയും ഫസാദും ഹസദും കിബറും അടങ്ങിയ ഖൽബാണ്. ഞങ്ങൾ ഓതുന്ന ഖുർആൻ ശരീഫിന്റെ ബർക്കത്ത് കൊണ്ട് സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അബേ ഞങ്ങളെ ഖൽബ് നീ ശുദ്ധീകരിച്ചണം അല്ലാഹ്. റബ്ബേ സിഹറും ഫിത്നയും ഫസാദും ഹസദും കിബറും നടിച്ചുള്ളൊരു ജീവിതം ഞങ്ങൾക്കോ ഖിയാമം വരുന്ന മക്കളിലോ നീ നൽകല്ല അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിങ്ങളെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. നബിന്റെ ഉമ്മത്തിങ്ങളെ തൊട്ട് എല്ലാവിധ ഫിത്നയും ഫസാദും ഹസദും കിബറിനെ തൊട്ടുള്ള ഒരു ജീവിതം നീ നൽകണം. കിബറിനെ തൊട്ടുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നീ നൽകല്ല റഹ്മാനെ. നീ നൽകല്ല റഹ്മാനെ. അബേ കിബർ നടിച്ച് അവനും അവന്റെ കുടുംബവും നശിക്കുന്ന അവസ്ഥയിൽ നീയാക്കല്ല റഹ്മാനെ. ഫിത്ന പറഞ്ഞ അവനും അവന്റെ കുടുംബം നശിക്കുന്ന അവസ്ഥയിൽ നീയാക്കല്ല അല്ലാഹ്. റബ്ബേ സയ്യിദന്മാരെ ആലിമീങ്ങളെ ഉസ്താദന്മാരെ മാതാപിതാക്കളെ ജ്യേഷ്ഠന്മാരെ കുടുംബക്കാർ അതുപോലെ തന്നെ ഔലിയാക്കന്മാർ അവരെല്ലാം തെറി പറയുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാനെ. അവരെല്ലാം ബഹുമാനിക്കുന്ന കൂടെ ഉൾപ്പെടുത്തണം റഹ്മാനെ. തെറി പറയുന്ന വിഭാഗത്തിൽ നീ പെടുത്തല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. റബ്ബേ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങൾ നീ പെടുത്തണം അല്ലാഹ്. അഹ്ലുസ് സുന്ന വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുന്നവർ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ നേതാവും കൂടിയായ താജുൽ ഉലമ നൂറുൽ ഉലമ കൻസുൽ ഉലമ ഖുറത്തു സലാത്ത് പോലോത്ത ആ സാദാത്തീങ്ങളും മഹത്തുക്കൾ കാണിച്ചു തന്ന ആ സുന്നത്ത് ജമാഅത്ത് ഉണ്ടല്ലോ അതിനെ മുറുകെ പിടിക്കുന്ന കൂടെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അതിനെതിരെ പ്രവർത്തിക്കുന്ന ഏതെല്ലാം ക്ഷുദ്ര ശക്തികളുണ്ടോ എല്ലാ നിൽക്കും നീ ഫിർഖത്താക്കണം റഹ്മാനെ. ഏതെല്ലാം റഹ്മാൻ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഏതെല്ലാം നിൽക്കുള്ള ഭിന്നിപ്പുകളുണ്ടോ എല്ലാ നിൽക്കുള്ള ഏതെല്ലാം ഫിത്നകളുണ്ടോ എല്ലാം നീ മൻസൂഖാക്കണം റഹ്മാനെ. യാതൊരു നിൽക്കും നീ യോജിപ്പിലാക്കല്ല അല്ലാഹ്. നീ യോജിപ്പിലാക്കല്ല റഹ്മാനെ. നീ യോജിപ്പിലാക്കല്ല റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും മുഹിബ്ബീങ്ങളായ പ്രവർത്തകരായ ഞങ്ങൾക്കും നീ ദീർഘായുസ്സുള്ള ആഫിയത്തും ഇസ്സത്തും ഖൈറും ബർക്കത്തും നിഅമത്തും നീ ഏറ്റി തരണം റഹ്മാനെ. നീ ഏറ്റി തരണം അല്ലാഹ്. നീ ഏറ്റി തരണം റഹ്മാനെ. അബ്ബേ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. നീ പെടുത്തണം അല്ലാഹ്. നീ പെടുത്തണം റഹ്മാനെ.
റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്, ദുആ നീ ഖായിബാക്കല്ല റഹ്മാനെ. റഹ്മാനായ എത്രയോ പ്രവാസികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിനി റബ്ബേ. അവരെ പേരും വീടും നാടുമെല്ലാം നിനക്കറിയാം. ഈ മഹല്ലത്തിലും എല്ലാവരും എത്രയോ മുഅ്മിനീങ്ങൾ പ്രവാസ ജീവിതം വഹിക്കുന്നവർ, അവർ കുടുംബക്കാരുണ്ട്, അവർ ബന്ധപ്പെട്ടവരെല്ലാം ഉണ്ട് അല്ലാഹ്. അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും നിഅമത്തും ഇസ്സത്തും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. അവരെ തൊഴിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഇഖാമില്ല പ്രശ്നം, ലൈസൻസ് കേസ്, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ റബ്ബേ ഗവൺമെന്റ് തലത്തിലുള്ള പല നിയമങ്ങളും എല്ലാം അവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നു അല്ലാഹ്. നീ ഫത്ഹ് നൽകണം റഹ്മാനെ, നീ ഫത്ഹ് നൽകണം റഹ്മാനെ. അവരെ ജോലിയിൽ നീ ബർക്കത്ത് കൊടുക്കണം അല്ലാഹ്, അവരെ കുടുംബത്തിൽ ബർക്കത്ത് കൊടുക്കണം അല്ലാഹ്, അവരെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ, അവർ ചെയ്യുന്ന ദീനിന്റെ ഖിദ്മത്തിൽ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ചെയ്യുന്ന സമ്പത്തിന്റെ സ്വതക്ക ഹദിയ ഉണ്ടല്ലോ, അതും നീ സ്വീകരിക്കണം റഹ്മാനെ. എത്രയോ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, മഹല്ലുത്തുകൾ റബ്ബേ ആ പ്രവാസ ജീവിതം വഹിക്കുന്നവർ കൊണ്ടാണ് പകുതി മുക്കാലും സ്ഥാപനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു റബ്ബേ. അവർ ചെയ്യുന്ന സ്വതക്ക ഹദിയ നീ സ്വീകരിക്കണം റഹ്മാനെ. നമ്മൾ അവർ ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഇൽമിന്റെ ഫള് കൊണ്ടും അവർ ദുആ ചെയ്യുന്നതിന്റെ ബർക്കത്ത് കൊണ്ടും അവരെ ബുദ്ധിമുട്ടുകളെല്ലാം നീ ദൂരീകരിച്ചു കൊടുക്കണം അല്ലാഹ്. നീ ഫത്ഹ് നൽകണം റഹ്മാനെ, നീ ഫത്ഹ് നൽകണം റഹ്മാനെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ ഞങ്ങൾ അതുപോലെ ഉള്ളാർത്ത് അൽ മഖർ മർകസ് സഅദിയ പോലോത്ത മദീന പോലോത്ത അതുപോലെ ഇവിടുത്തെ മഹല്ല ദർസ്, അതുപോലെ ഇവർ തൊട്ട് നടക്കുന്ന നാടുകളിൽ ഏതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലത്തുകളുണ്ടോ, ഏതെല്ലാം നാടുകളിലെ ദർസുകളുണ്ടോ, സ്ഥാപനങ്ങളുണ്ടോ, അതുപോലെ ഏതെല്ലാം ശരീഅത്ത് കോളേജ്, യതീംഖാന കോളേജ് പോലോത്തത് ഏതൊക്കെയുണ്ടോ അതെല്ലാം നീ ഖിയാമം വരെ നിലനിർത്തി തരണം അല്ലാഹ്. കടമില്ലാത്ത രൂപത്തിൽ കഴിപ്പിച്ച റഹ്മാനെ. കടത്തോടുള്ള ഒരു ജീവിത സ്ഥാപനം നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല റഹ്മാനെ. അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന മുഹിബ്ബീങ്ങളായ പ്രവർത്തകർക്ക് നീ ഖൈറും ബറകത്തും നിഅമത്തും ഇസ്സത്തും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥിനികൾ, അതുപോലെ സ്റ്റാഫ് മുസ്താഫ് മുദർരിസന്മാർ, മുഅല്ലിമീങ്ങൾ, മുഅദ്ദിമാർ, അങ്ങനെ അടങ്ങുന്ന ഉസ്താദന്മാർ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നീ ഖൈറും ബറകത്തും നിഅമത്തും നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്. അവരെല്ലാം കുടുംബത്തിലും വീടുകളിലും ബറകത്തിലും അവരുടെ വീടുകളിലും കുടുംബത്തിലും ളാഹിറും ബാത്തിനുമായ രോഗം നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ബറകത്ത് ചെയ്തു കൊടുക്കണം അല്ലാഹ്. ഇൽമിൽ ബറകത്ത് കൊടുക്കണം റഹ്മാനെ. ഉഖറവിയായ ആലിം അവരെ ഞങ്ങൾ നീ ആക്കണം റഹ്മാനെ. പേരിന് വേണ്ടിയോ പ്രശ്നയ്ക്ക് വേണ്ടിയോ പെരുമക്കൊണ്ടുള്ള ആലിം നീ ആക്കല്ല അല്ലാഹ്. കാലത്തിനടിസ്ഥാനത്തിൽ കോലം കെട്ടുന്ന ആലിം നീ ആക്കല്ല റഹ്മാനെ, നീ ആക്കല്ല റഹ്മാനെ, നീ ആക്കല്ല റഹ്മാനെ. ഹഖ് തുറന്നു പറയുന്ന കൂട്ടത്തിൽ ആലിമീങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. ശൈത്വാന്റെ സ്വർറിൽപ്പെട്ടിട്ടാവാം, ഇബ്ലീസിന്റെ സ്വർറിൽപ്പെട്ടിട്ടാവാം, പേരിനോ പ്രശസ്തിക്കോ പെരുമക്ക് വേണ്ടിയാണെങ്കിലും ശരി റബ്ബേ ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്, നീ പെടുത്തല്ല റഹ്മാനെ. സുന്നത്ത് ജമാഅത്ത് അടിയുറച്ച് വിശ്വസിച്ച് തന്നെ ആ സുന്നത്ത് ജമാഅത്ത് തുറന്നു പറയാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഒരു കമ്മിറ്റിക്കാർക്ക് അടി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ധനികന്മാർക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫഖീറന്മാറിന് അധീനതയിലായിട്ട് സുന്നത്ത് ജമാഅത്ത് പറയാത്ത കൂട്ടത്തിൽ ആലിമീങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. കാലത്തിനടിസ്ഥാനത്തിൽ കോലം കെട്ടുന്ന ആലിമീങ്ങളെ നീ നമ്മളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ, നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ, നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അഹ്ലുസുന്ന വൽ ജമാഅത്ത് വിശ്വസിക്കുന്ന കൂട്ടം ഉൾപ്പെടുത്തണം റഹ്മാനെ. ബിദ്അത്തിനെ കൂട്ടുന്ന കൂട്ടം ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. റബ്ബേ നിരീശ്വരവാദിനെ കൂടുന്ന ഉൾപ്പെടുത്തല്ല റഹ്മാനെ. പുത്തംവാദികളെ ശർറ് കാത്തുരക്ഷിക്കണം റഹ്മാനെ. ജമാഅത്തെ ഇസ്ലാമിക കാത്തുരക്ഷിക്കണം റഹ്മാനെ. തബ്ലീഗ് ജമാഅത്തിനെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പുത്തംവാദികള് ഞങ്ങളെ മഹല്ല്, വീട്, നാട്, മുതലുകളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ, നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്, നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അവരെതിരെ പോരാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചരണം റഹ്മാനെ. സിഹത്ത്, ഹിക്മത്ത്, ഖുവ്വത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചരണം അല്ലാഹ്. നേരെയുള്ള ഈമാൻ നമുക്ക് നീ വർദ്ധിപ്പിച്ചരണം റഹ്മാനെ, നീ വർദ്ധിപ്പിച്ചരണം റഹ്മാനെ. ഒരു നൽകും അവരെ നീ യോജിപ്പിലാക്കല്ല അല്ലാഹ്, എല്ലാ നൽകും അവരെ നീ ഫിർഖത്താക്കണം റഹ്മാനെ, നീ ഫിർഖത്താക്കണം റഹ്മാനെ. ഞങ്ങൾ ഈ മഹല്ലത്തുകൾ തൊട്ടും ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ഏതെല്ലാം മഹല്ലത്തുണ്ടോ ആ മഹല്ലത്തുകളെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം അല്ലാഹ്.
നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ, നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബേ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്, ദുആ നീ ഖായിബാക്കല്ല റഹ്മാനെ, ദുആ നീ ഖായിബാക്കല്ല റഹ്മാനെ. ഈമാൻ നീ സലാമത്താക്കി തരണം അല്ലാഹ്. റബ്ബേ 17ഉം 18ഉം 19ഉം 20 വയസ്സുള്ള പെൺകുട്ടികളാണ് അമുസ്ലിമീങ്ങൾ കൂടിയും നസ്രാനികൾ കൂടിയും ജൂതന്മാർ കൂടിയും പോയിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു കാലഘട്ടം അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബേ അങ്ങനെയുള്ള യുവതി യുവാക്കളും ചെറുപ്പക്കാരായ മക്കളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. റബ്ബേ ശൈത്വാന്റെ ശർറിൽ പെട്ടിട്ടാവാം, ഇബ്ലീസിന്റെ ശർറിൽ പെട്ടിട്ടാവാം. നിന്റെ ഈമാന്റെ ഒരു അണുമണി തൂക്കമില്ലാത്തൊരു കാലഘട്ടം റബ്ബേ, അവർക്ക് ഈമാൻ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. ഞങ്ങൾക്കും ഈമാൻ നീ വർദ്ധിപ്പിച്ചണം റഹ്മാനെ, നീ വർദ്ധിപ്പിച്ചണം റഹ്മാനെ. ഇങ്ങനെയുള്ള എല്ലാവിധ ശൈത്വാന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ വിദൂരപ്പെടുത്തി തരണം റഹ്മാനെ. ആൺ പെൺ ശൈത്താന്റെ ശർറിൽ നിന്ന് വിദൂരപ്പെടുത്തി തരണം റഹ്മാനെ. എല്ലാ മുസീബത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം അല്ലാഹ്. അങ്ങനെ ഒരു ഇസ്സത്ത് പറിച്ചു കയറുന്ന അവസ്ഥ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് മക്കളെ വക്കൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, കുടുംബക്കാരിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ കണ്ണ് നീ ചിമ്മണം അല്ലാഹ്, നീ ചിമ്മണം റഹ്മാനെ. ഇസ്സത്തോടെ ജീവിക്കുന്ന കാലത്തോളം ജീവിക്കണം റഹ്മാനെ. ഇസ്സത്തില്ലാതെ ഞങ്ങളെ നീ ജീവിക്കല്ല അല്ലാഹ്. നീയാണ് ഖൈറും ശർറും വിധിക്കുന്നവൻ. ഞങ്ങൾക്ക് നീ ഖൈറ് വിധിക്കണം റഹ്മാനെ. ശർറിനെ തൊട്ട് ഞങ്ങൾ നീ വിദൂരപ്പെടുത്തി തരണം അല്ലാഹ്, നീ വിദൂരപ്പെടുത്തി തരണം റഹ്മാനെ. എത്രയോ പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാരോട് കല്യാണം കഴിയാനുള്ളത്. നീ ഖൈറായ അണത്തുണകളെ നീ നൽകണം റഹ്മാനെ, നീ ഖൈറായ അണത്തുണകളെ നൽകണം അല്ലാഹ്. പോരാ ഖൈറായ സന്താനങ്ങളെ നീ നൽകണം റഹ്മാനെ. പോരാ ദാമ്പത്യ സന്തോഷമായി കൊടുക്കണം റഹ്മാനെ. കാലത്തിനടിച്ചാൽ നീ കോലം കെട്ടുന്ന ഒരു ദാമ്പത്യ ജീവിതം നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല റഹ്മാനെ, നീ നൽകല്ല റഹ്മാനെ. അതിനോടനുബന്ധിക്കുന്ന കാര്യങ്ങളും കോലം കെട്ടിയുള്ള ഒരു ജീവിതം നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല റഹ്മാനെ, നീ നൽകല്ല റഹ്മാനെ. റഹ്മാനായ റബ്ബേ, എത്രയോ സ്ത്രീ പുരുഷന്മാർ ത്വലാഖ് ഫസ്ഖ് ഹുൽഇന്റെ വക്കിലെത്തിയവരുണ്ട്. അവർക്കും നീ ഖൈറായ ജീവിതം നീ നൽകണം റഹ്മാനെ. എത്രയോ സ്ത്രീ പുരുഷന്മാർ ത്വലാഖ് ഫസ്ഖ് ഹുൽഇ ചൊല്ലിയവരുമുണ്ട്. അവർക്കും നീ ഖൈറായ ജീവിതം നൽകണം അല്ലാഹ്, നീ നൽകണം റഹ്മാനെ, നീ നൽകണം റഹ്മാനെ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ദമ്പതിമാർ ഈ മജ്‌ലിസിന്റെ ബഹുമാനം കൊണ്ട് നീ ഖൈറായ സന്താനങ്ങൾ നൽകണം അല്ലാഹ്. മാതാപിതാക്കൾക്ക് ദീൻ ഉപകരിക്കുന്ന മക്കളായി അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു മക്കളെ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. അങ്ങനെ ഞങ്ങളെയും നീയാക്കല്ല റഹ്മാനെ, നീയാക്കല്ല റഹ്മാനെ, നീയാക്കല്ല റഹ്മാനെ. റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ, ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. റബ്ബേ ഇവിടുത്തെ സ്ഥാപനങ്ങളും ഇവിടുത്തെല്ലാം സുന്നത്തമാത്തിന്റെ സ്ഥാപനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും അതുപോലെ ഇവിടെ ഈ പള്ളിയോടനുബന്ധിച്ച് കിടക്കുന്ന കെട്ടിടങ്ങൾ അതെല്ലാം എല്ലാ രൂപത്തിലും നീ ഖൈറിന്റെ പുരോഗതി നൽകി കൊടുക്കണം റഹ്മാനെ. നീ ഫതഹ് നൽകി കൊടുക്കണം അല്ലാഹ്, നീ ഫതഹാക്കി കൊടുക്കണം റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകർ, മുഹിബ്ബീങ്ങളായ പ്രവർത്തകർ, മഹല്ല് നിവാസികൾക്ക് നീ ഖൈറും ബറകത്തും നിഅമത്തും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ, നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ, നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്, നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബി, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് അവർക്കെല്ലാം നീ ഖൈറും ബറകത്തും നിഅമത്തും നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്. അവരുടെ കുടുംബ ജീവിതത്തിൽ ബറകത്ത് കൊടുക്കണം റഹ്മാനെ, മക്കളുടെ ജീവിതത്തിൽ ബറകത്ത് കൊടുക്കണം റഹ്മാനെ, കുടുംബത്തിൽ ബറകത്ത് കൊടുക്കണം അല്ലാഹ്, സമ്പത്തിൽ ബറകത്ത് കൊടുക്കണം റഹ്മാനെ, ബിസിനസ്സിൽ ബറകത്ത് കൊടുക്കണം റഹ്മാനെ. നാഫിഅ ഇൽമ് അവർക്കും ഞങ്ങൾക്കും നീ ഏറ്റി തരണം അല്ലാഹ്. ഇവിടെ നേതൃത്വം വഹിക്കുന്ന ഉസ്താദന്മാർ, ആലിമീങ്ങൾ, മുഅദ്ദിമീങ്ങൾ, സയ്യിദന്മാർ, സാദാത്ത് തങ്ങൾ പോലത്തെ സയ്യിദന്മാർ അവർക്കെല്ലാം നീ ഖൈറും ബറകത്തും നിഅമത്തും ഇസ്സത്തും നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്, നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. സയ്യിദന്മാരെ സ്നേഹിച്ചുള്ള ഒരു ജീവിതമാണ് റബ്ബേ. താജുൽ ഉലമയും അവിടുത്തെ ശേഷമാണ് ഖുറത്തു സദാത്ത്. അവരെല്ലാം ഇഷ്ക് വെച്ച മുഹിബ്ബീങ്ങളായ പ്രവർത്തകർ അവർക്കും നീ ഖൈറും ബറകത്തും നിഅമത്തും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ മദദിന്റെ സുറനവർ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണം അല്ലാഹ്, നീ നൽകണം റഹ്മാനെ. ഇതിനു വേണ്ടി സാമ്പത്തികമായി സഹായിച്ചവർ, ശാരീരികമായി സഹായിച്ചവർ, മാനസികമായി സഹായിച്ചവർ എല്ലാ നിലക്കൊള്ളും അവർക്കും നീ ഖൈറും ബറകത്തും നിഅമത്തും നീ
നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ, നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്. ഇവിടെ തബറുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ ഭക്ഷിക്കുന്നുവോ അവരെല്ലാം ളാഹിറും ബാത്തിനുമായ രോഗം നീ ശിഫ കൊടുക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ ഖൈറായ സന്താനങ്ങൾ നൽകണം റഹ്മാനെ റബ്ബേ. അതുകൊണ്ട് ശരീരത്തുള്ള വേദനകൾ ഏതൊക്കെ ഉണ്ടോ അതെല്ലാം നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ളാഹിറും ബാത്തിനുമായ രോഗം നീ ശിഫ കൊടുക്കണം റഹ്മാനെ റബ്ബേ. റഹ്മാനായ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദന്മാർ, മാതാപിതാക്കൾ, ജ്യേഷ്ഠന്മാർ, കുടുംബക്കാർ ബർസഖിയായ ജീവിതം അവരുടെ ഞങ്ങൾ ദുആ സന്തോഷാക്കി തരണം റഹ്മാനെ. അവരെ ഖബർ ഞങ്ങളെ ഖബർ സ്വർഗ്ഗത്തോപാക്കി തരണം റഹ്മാനെ. അവരെ ഖബർ ഞങ്ങളെ ഖബർ നീ കുദ്സാക്കല്ല അല്ലാഹ്. അവരെ ഖബർ ഞങ്ങളെ ഖബർ നീ തീയാലും പുകയാലും നീയാക്കല്ല റഹ്മാനെ. അവരെ ഖബർ ഞങ്ങളെ ഖബർ നീ വിശാദ നൽകണം റഹ്മാനെ. അവരെ ഖബർ ഞങ്ങളെ ഖബറിന്റെ നൂറാനിയത്തോട് നീ പുതക്കണം റഹ്മാനെ. അവരെ ഖബർ ഞങ്ങളെ ഖബർ നിന്റെ നൂറാനിയത്തോട് നീ പുതക്കണം റഹ്മാനെ. അബേ ഖബർ വിജയിച്ചാൽ ആഖിറം വിജയിച്ചു, ഖബർ പരാജയപ്പെട്ടാൽ ആഖിറം പരാജയപ്പെട്ടു. നീ വിജയികളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. നീ പരാജിതരിൽ നീ പെടുത്തല്ല അല്ലാഹ് റബ്ബേ. ആ ഖബറിന്റെയും ആഖിറത്തിന്റെയും വിജയത്തിന് വേണ്ടിയാണ് നിമിഷമുള്ള നമ്മൾ ഓരോരുത്തരുടെയും നെട്ടോട്ടമുള്ള ജീവിതം അല്ലാഹ്. ആ നിമിഷമുള്ള ജീവിതത്തിൽ നീ ഫത്ഹ് നൽകണം റഹ്മാനെ. നീ തൃപ്തിപ്പെട്ടതാക്കി തരണം അല്ലാഹ്. നീ സ്വീകരിക്കുന്നതാക്കി തരണം റഹ്മാനെ. ഹലാല് കൂടിയതാക്കി തരണം അല്ലാഹ്. ഹറാം അടങ്ങിയുള്ള ജീവിതം നീ നൽകല്ല റഹ്മാനെ. ഹലാലായ ഭക്ഷണം ഞങ്ങൾ നീ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. ഹറാമായ ഭക്ഷണം നീ ഭക്ഷിപ്പിക്കല്ല അല്ലാഹ്. അന്യവരുടെ മുതൽ ആഗ്രഹിക്കുന്ന കൂടെ ഉൾപ്പെടുത്തല്ല റഹ്മാനെ. അന്യവരുടെ മുതൽ കക്കുന്ന കൂടെ ഉൾപ്പെടുത്തല്ല റഹ്മാനെ. അബ്ബേ എത്രയോ മുഅ്മിനീങ്ങളോട് കളവ് സാധനങ്ങൾ കളവ് പോയത് റബ്ബേ അവർക്ക് നീ ഉടമകൾക്ക് നീ എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. എത്രയോ സമ്പത്തുകൾ പോയി പറഞ്ഞവരുണ്ട്, അവർക്ക് സമയത്ത് തന്നെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ഹഖിനെ ഭയമില്ലാത്തൊരു കാലഘട്ടം കൊടുക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. എത്രയോ മുഅ്മിനീങ്ങളും മുഅ്മിനാത്ത് തമ്മിൽ കടം വാങ്ങി തിരിച്ചേൽപ്പിക്കാത്തവരുണ്ട്, നീ ഖൈറായ നിലക്ക് കൊടുക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അവന് സാമ്പത്തിക രീതി നൽകി കൊടുക്കണം അല്ലാഹ്. അതിന്റെ സന്മനസ് നൽകി കൊടുക്കണം റഹ്മാനെ. കടത്തോടുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. കടത്തോടുള്ള ഒരു മരണവും ഞങ്ങൾക്ക് നീ വിധിക്കല്ല റഹ്മാനെ. നീ വിധിക്കല്ല അല്ലാഹ്. നീ വിധിക്കല്ല റഹ്മാനെ. നിന്നിലുള്ള ഒരു ഭയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണം റഹ്മാനെ. എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ലോൺ എടുത്തിട്ടുള്ള ഒരു ജീവിതമുണ്ട് റബ്ബേ, അവർക്ക് നീ ഫത്ഹ് നൽകി കൊടുക്കണം റഹ്മാനെ. ലോൺ എടുത്ത് എല്ലാ നിലക്കും തൂഫാനായി പോയവരുണ്ട് റബ്ബേ. പലിശയുള്ള ഒരു ജീവിതമാണല്ലോ അത്. ഞങ്ങളെ തൊട്ടും വരുന്ന ദുരിയാത്തുകളെ തൊട്ടും മക്കളെ തൊട്ടും നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ. ഉമ്മത്തിങ്ങളെ കാത്തിരക്ഷിക്കണം അല്ലാഹ്. ഗവൺമെന്റ് നിയമത്തിന്റെ പേരിൽ എത്രയോ മുഅ്മിനീങ്ങൾ ആ ലോൺ എടുക്കേണ്ട അടിമപ്പെടുന്നവരുമുണ്ട്, അവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്കും നീ ഖൈറായ ജീവിതം നൽകണം അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ കടങ്ങളെല്ലാം വീട്ടാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാഹ്. നീ നൽകണം റഹ്മാനെ. എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് മുസ്ലിം വ്യാപാരികളെ തൊട്ടും അല്ലാതെ തൊട്ടും ഗവൺമെന്റ് തലക്ക് പല നിയമങ്ങൾ ഇൻകം ടാക്സ് പോലത്തെ ഷറുകൾ വരുന്നുണ്ട് റബ്ബേ. നീ കാത്തിരക്ഷിക്കണം അല്ലാഹ്. നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ. ദീനടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. നീ നൽകണം അല്ലാഹ്. നീ നൽകണം റഹ്മാനെ. റബ്ബേ നിന്നെ നമ്മൾ തെറ്റേണ്ട കാരണം കൊണ്ട് നിനക്ക് എല്ലാ നിലക്കും ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. നീ തൂഫാൻ കൊണ്ട് നീ ശിക്ഷിക്കല്ല റഹ്മാനെ. വെള്ളപ്പൊക്കം കൊണ്ട് ശിക്ഷിക്കല്ല റഹ്മാനെ. വെള്ളപ്രളയം കൊണ്ട് ശിക്ഷിക്കല്ല റഹ്മാനെ. വെള്ളപ്രളയം കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്. വെള്ളപ്രളയം കൊണ്ട് ശിക്ഷിക്കല്ല റഹ്മാനെ. റബ്ബേ അഗ്നിപർവ്വതം കൊണ്ട് ശിക്ഷിക്കല്ല റഹ്മാനെ. മേഘസ്ഫോടനം കൊണ്ട് ശിക്ഷിക്കല്ല റഹ്മാനെ. കുന്നടിയലും മണ്ണടിയലും കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്. ശക്തമായ ഇടിമിന്നൽ കാറ്റ് പോലോത്തത് തന്നും നീ ശിക്ഷിക്കല്ല റഹ്മാനെ. നീ പരീക്ഷിക്കല്ല അല്ലാഹ്. നേരത്തെ പറഞ്ഞതും പറയപ്പെട്ടതും അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ മാരകമായ രോഗം തന്നു ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. നീ യജമാനൻ, ഞങ്ങൾ അടിമകൾ പറഞ്ഞു കേൾക്കാത്തതിന്റെ കാരണത്താൽ ഈ നിലക്കുള്ള രോഗങ്ങൾ തന്ന് നിനക്ക് പരീക്ഷിക്കാനുള്ള അധികാരമുണ്ട് അല്ലാഹ്. ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട് റബ്ബേ. ഇല്ല എന്ന് പറയാൻ ലോകത്തൊരു കുത്തുബിനും അധികാരം തന്നില്ല റബ്ബേ. ഒരു വരല് പോലും ഞങ്ങളെ കൊണ്ട് അനക്കാനും കഴിയൂല അല്ലാഹ്. 99 സിഫത്തുള്ള നീ ഏതെങ്കിലും ഒരു സിഫത്ത് വെച്ച് ഞങ്ങൾക്ക് നീ കൃപ നൽകണം റഹ്മാനെ. നീ
കൃപ നൽകണം അല്ലാഹ്. തന്ന സമ്പത്ത് ഇതിലൂടെ ചെലവഴിപ്പിക്കുന്ന അവസ്ഥ നീയാക്കല്ല അല്ലാഹ്, നീയാക്കല്ല റഹ്മാനെ. എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഇങ്ങനെ മാരകമായ രോഗം പിടിപെട്ട് ഹോസ്പിറ്റൽ ജീവിതം മുഴുവനും ചെലവഴിക്കുന്നവരുണ്ട്. സാമ്പത്തികം കൊണ്ട് എല്ലാ നിലക്കും പൊറുതുമുട്ടി കടം വന്നിട്ടും എല്ലാതെയും അതേ റബ്ബേ ഞങ്ങളെ ജസദുകളെ തൊട്ട് ഖിയാമം വരുന്ന മക്കളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്, നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ, നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. ഇങ്ങനെ ഉള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ, നീ ഫതഹ് നൽകണം അല്ലാഹ്, നീ ഫതഹ് നൽകണം റഹ്മാനെ, നീ ഫതഹ് നൽകണം അല്ലാഹ്, നീ ഫതഹ് നൽകണം റഹ്മാനെ. കൊല്ലങ്ങളോളം ബെഡിലുരുട്ടി ഹോസ്പിറ്റലായിട്ടും വീടിലായിട്ടും അല്ലാതെ അങ്ങാടികളിലെല്ലാം തെരുവുകളിലായിട്ടും നീ അങ്ങനെയുള്ള ഒരു ജീവിതം നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല റഹ്മാനെ. ലാസ്റ്റ് കുടുംബത്തിനും വേണ്ട, മക്കൾക്കും വേണ്ട, ഭാര്യക്കും വേണ്ട, മാതാപിതാക്കൾക്കും വേണ്ടാതെ വലിച്ചെറിയുന്നൊരവസ്ഥ നീ നൽകല്ല അല്ലാഹ്, നീയാക്കല്ല റഹ്മാനെ, നീയാക്കല്ല റഹ്മാനെ. എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് അതേ ജസദിൽ ഒരു ഷുഗർ ബാധിച്ച് അവയവങ്ങൾ വെട്ടിമുറിക്കുന്ന അവസ്ഥയിലേക്ക് വന്നവരുണ്ട്, വെട്ടിമുറിക്കപ്പെട്ടവരുമുണ്ട്. ശരീരത്തിൽ ചലം വന്നിട്ടും പുഴുക്കൾ വന്നിട്ടും രൂപത്തിലുള്ളവരുണ്ട്. അല്ലാഹ് എല്ലാവർക്കും നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഓപ്പറേഷൻ പറഞ്ഞതിന്റെ കാരണത്താൽ ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്. അവർക്ക് നീ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നീ സുഖ ജീവിതം നൽകണം റഹ്മാനെ, നീ ശിഫ കൊടുക്കണം അല്ലാഹ്, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അങ്ങനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജസദുകളിൽ ഈ നിലക്കുള്ള ഓരോ നിലക്കുള്ള രോഗം ബാധിച്ച് വെട്ടിമുറിച്ച് കാഴ്ച വസ്തു പോലെ ബിംബം പോലെ ഞങ്ങളെ നീയാക്കല്ല അല്ലാഹ്. ഉള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ, റഹ്മാനായ റബ്ബേ. ഹാർട്ട് ബ്ലോക്ക് ആയി നീ ശിഫ കൊടുക്കണം റഹ്മാനെ, ഹാർട്ട് വീക്ക് ആയി നീ ശിഫ കൊടുക്കണം റഹ്മാനെ, ഹാർട്ട് അറ്റാക്ക് ആയി നീ ശിഫ കൊടുക്കണം റഹ്മാനെ, ദമ്മ് കെട്ടുന്നു എല്ലാം നീ ശിഫ കൊടുക്കണം അല്ലാഹ്. രാത്രിപ്പനിയുള്ള നീ ശിഫ കൊടുക്കണം റഹ്മാനെ, രാത്രിപ്പനിയുള്ള നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ശക്തമായ റബ്ബേ പനിയുള്ളവരുടെ നീ ശിഫ കൊടുക്കണം അല്ലാഹ്, അലർജി ഉള്ളവരുടെ നീ ശിഫ കൊടുക്കണം റഹ്മാനെ, ശ്വാസം മുട്ട് അധികരിച്ചവരുടെ നീ ശിഫ കൊടുക്കണം അല്ലാഹ്, നീ ശിഫ കൊടുക്കണം റഹ്മാനെ, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. പൈൽസിന്റെ അസുഖം നീ ശിഫ കൊടുക്കണം റഹ്മാനെ, പൈൽസിന്റെ അസുഖം നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ മറവി വന്നിട്ടുള്ള എത്രയോ മുഅ്മിനീങ്ങൾ സ്വന്തം ശരീരത്തെ പോലും ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നവരുണ്ട്. എല്ലാം നൽകും അവർക്കും നീ ഫതഹ് നൽകണം റഹ്മാനെ. അത് കാരണമായി സ്വന്തം മാതാപിതാക്കളെ നോക്കാത്തൊരവസ്ഥ മക്കൾക്ക് നീ നൽകല്ല അല്ലാഹ്. അത് കാരണമായി നരകം കാണുന്ന അവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല റഹ്മാനെ, നീ എത്തിക്കല്ല റഹ്മാനെ, നീ എത്തിക്കല്ല അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അവനവന്റെ മാതാപിതാക്കളും അനുസരിച്ച് ജീവിച്ച് മാതാപിതാക്കളെ നോക്കി ജീവിച്ച് ഉസ്താദന്മാരെ ഗുരുത്വവും പൊരുത്തും മാതാപിതാക്കളെ ഗുരുത്വവും പൊരുത്തത്തോടുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ജ്യേഷ്ഠന്മാർ, കുടുംബക്കാർ, പങ്കന്മാർ, അളിയന്മാർ, ഉസ്താദന്മാർ അവർക്കും നീ ഖൈറും ബറകത്തും നിഅമത്തും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ, നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്, നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ ഞങ്ങൾ സിയാറത്ത് പോകുന്നത്, ഞങ്ങൾ സഫർ പോകുന്നത്, ഞങ്ങൾ ചെയ്യുന്ന ദീന്റെ ഖിദ്മത്ത്, ഞങ്ങളെ കുട്ടികൾ സ്കൂളിൽ മദ്രസയിൽ പോകുന്നത് എല്ലാം വാഹനത്തിൽ ഉദ്ദേശം ഞങ്ങൾ എത്തിക്കണം റഹ്മാനെ. എല്ലാവിധ അപകട മരണം കാത്ത് രക്ഷിക്കണം അല്ലാഹ്. ബൈക്ക് ആക്സിഡന്റ്, കാർ ആക്സിഡന്റ്, ഫ്ലൈറ്റ്, ട്രെയിൻ, ബസ് പോലോത്ത അപകട മരണങ്ങൾ ഞങ്ങളെയും ഖിയാമം വരുന്ന മക്കളൊന്നും നീ കാത്ത് രക്ഷിക്കണം അല്ലാഹ്, നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ, നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. നിന്റെ മഹല്ലായ ഫദ്ൽ കൊണ്ട് മാത്രം ഞങ്ങൾ ഉദ്ദേശം പോകുന്നത് ഉദ്ദേശം ഞങ്ങൾ നീ എത്തിക്കണം റഹ്മാനെ, നീ എത്തിക്കണം റഹ്മാനെ, നീ എത്തിക്കണം അല്ലാഹ്. അപകട മരണങ്ങൾ രക്ഷിക്കണം അല്ലാഹ്, നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ, നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. ഈ ഇടങ്ങളിലായി എത്രയോ വിദ്യാർത്ഥിനികളും എല്ലാതെയും ആക്സിഡന്റിലായി എത്രയോ ചെറുപ്പക്കാരി മരണപ്പെട്ടവരുണ്ട്, കോമയാവസ്ഥയിലുള്ളവരുണ്ട്, ബോധരഹിതമായി നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും അതിൻ്റെതായ ഫത്ഹുകൾ അവർക്ക് നീ നൽകണം അല്ലാഹ്. ബ്രെയിൻ സ്ട്രോക്ക് വന്ന് അതുപോലെ ആക്സിഡന്റ് ആയി കുറേ ബോധരഹിതമായി കിടക്കുന്നവരുണ്ട്. കൊല്ലങ്ങളോളം ബെഡിലുരുട്ടി അവരുടെയും കൂടെയുള്ള ഈമാൻ പരീക്ഷിക്കുന്ന അവസ്ഥ നീയാക്കല്ല അല്ലാഹ്, നീയാക്കല്ല റഹ്മാനെ, നീയാക്കല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ ജീവിതം നീ നൽകല്ല അല്ലാഹ്.
റബ്ബേ ഞങ്ങളോട് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ജീവിതം റബ്ബേ നജസുള്ള ജീവിതം നീ നൽകല്ല അല്ലാഹ്. ഞങ്ങളോട് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഹോസ്പിറ്റലിലായി ഓപ്പറേഷന്റെ വഴിയും അങ്ങനെ പോസ്റ്റ്മോർട്ടം എല്ലാം പറഞ്ഞിട്ടുള്ളൊരു ജീവിത മരണം നീ നൽകല്ല അല്ലാഹ്. നീ നൽകല്ല റഹ്മാനെ, നീ നൽകല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങളോട് നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ കിതാബ് നീ ഇടങ്കയിൽ തരണം റഹ്മാനെ. വലങ്കയിൽ നീ ഇടങ്കയിൽ നീ തരല്ല അല്ലാഹ്. വലങ്കയിൽ നീ തരണം റഹ്മാനെ. വല്ലതും എഴുതപ്പെടുന്നുണ്ടെങ്കിൽ നീ മായ്ച്ചു കളയണം റഹ്മാനെ. നീ മായ്ച്ചു കളയണം അല്ലാഹ്. നീ മായ്ച്ചു കളയണം റഹ്മാനെ. മഅ്ശറിൽ ചെന്ന് കഴിഞ്ഞാൽ അർശിന്റെ തണലിട്ട് വരും. ആ കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. നീ പെടുത്തണം അല്ലാഹ്. റബ്ബേ നീ പെടുത്തണം റഹ്മാനെ. നീ പെടുത്തണം അല്ലാഹ്. റബ്ബേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കൈനോദുൽ കൗസർ വെള്ളം കുടിച്ച് ഹബീബിനോട് കൂടെ ഞങ്ങളെ ജദ്ദ് ജദ്ദാത്ത് സയ്യിദമാർ അവരോടൊക്കെ കൂടെ സിറാത്ത് പാലം മിന്നും വേഗം കടന്ന് റബ്ബേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാ ജ്യേഷ്ഠന്മാർ കുടുംബക്കാർ ഉസ്താദന്മാർ ദുആ കൊണ്ട് വസീയത്ത് മഹൽ നിവാസി ആരൊക്കെ അവർക്കെല്ലാം നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പല മറാത്ത് റബ്ബേ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. എത്രയോ മുഅ്മിനീങ്ങൾ ഹജ്ജിന് വേണ്ടി അപേക്ഷിച്ചവരുണ്ട് റബ്ബേ. കിട്ടിയറിയിച്ചവരുമുണ്ട് റബ്ബേ. കിട്ടാതെ നിരാശായവരുണ്ട് അല്ലാഹ്. അവർക്ക് അതിൻ്റെതായ സമയത്ത് ഹജ്ജ് വിടാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. കിട്ടിയവർക്ക് മഖബൂലും ഹജ്ജും പുറം ചെയ്തു വന്ന് തിരിച്ച് അഖിറാലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്കും മഖബൂലും ഹജ്ജും പുറം ചെയ്യാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ബൈത്തുൽ മുഖദ്ദസ് ഖൗസുൽ ഞങ്ങളെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. നീ നൽകണം അല്ലാഹ്. നീ നൽകണം റഹ്മാനെ. നീ നൽകണം അല്ലാഹ്. റഹ്മാനായ റബ്ബേ ലബനൻ ഇസ്രായേൽ ഫലസ്തീൻ മിസ്ർ പോലോത്ത രാജ്യങ്ങൾ അല്ലാത്ത പല രാജ്യങ്ങളിലും യുദ്ധഭീതിയുടെ അവസ്ഥയിലേക്ക് ഇറാൻ പോലോത്ത രാജ്യങ്ങൾ യുദ്ധങ്ങൾ പറഞ്ഞു റബ്ബേ കാത്തുരക്ഷിക്കണം അല്ലാഹ്. നിന്റെ ഖദാൽ ഖദറിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു റബ്ബേ. എന്തുദ്ദേശമുണ്ടെങ്കിലും നിശാന്തിയും സമാധാനവും നൽകണം അല്ലാഹ്. ഞങ്ങളുടെ രാജ്യത്ത് തൊട്ട് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. മുസ്ലിം ഉമ്മത്തികളോട് നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിന് നീ ഫത്ഹ് നൽകണം റഹ്മാനെ. ഇന്ത്യ രാജ്യത്ത് എന്നല്ല പല രാജ്യങ്ങളിലും മുസ്ലിമീങ്ങൾക്കെതിരെ പല നിയമം വരുന്നു. ഒരു നിലക്കും നീ യോജിപ്പിലാക്കല്ല അല്ലാഹ്. ഏക സിവിൽ കോഡ് അതുപോലെ തന്നെ റബ്ബേ വഖഫ് നിയമം അതുപോലെ തന്നെ മദ്രസയില്ലായ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് പലതും വന്നുകൊണ്ടിരിക്കുന്നു റബ്ബേ. നീ ഫിർഖത്താക്കണം റഹ്മാനെ. യാതൊരു നിലക്കും അത് നിയോജിപ്പിലാക്കല്ല അല്ലാഹ്. ഭരണാധികാരി നിയോജിപ്പിലാക്കല്ല റഹ്മാനെ. നീതിമാനമായ ഭരണാധികാരികൾ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. നീ നൽകണം റഹ്മാനെ. നീ നൽകണം റഹ്മാനെ. മുസ്ലിമീങ്ങളെ തഹ്തിരായി കാഫിരീങ്ങളെ നീയാക്കണം അല്ലാഹ്. കാഫിരീങ്ങളെ തഹ്തിരായി മുസ്ലിമീങ്ങളെ നീയാക്കല്ല അല്ലാഹ്. ഞങ്ങളോട് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. പകർച്ചവ്യാധികൾ തന്ന് നമ്മളെ ഉമ്മത്തീങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അത് തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. നീ പരീക്ഷിക്കല്ല റഹ്മാനെ. റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. നീ ഖായിബാക്കല്ല അല്ലാഹ്. എത്രയോ പാവപ്പെട്ട സ്ത്രീകളും യത്തീം കുട്ടികളും പുരുഷനുമാണും കല്യാണം കഴിയാനുള്ളവരുണ്ട്. ഖൈറായാണ് തുണകൾ നൽകണം റഹ്മാനെ. പാവപ്പെട്ട് എന്ന് പറഞ്ഞിട്ടും അതുപോലെ യത്തീം എന്ന് പറഞ്ഞും കെട്ടാത്തൊരു ജീവിതം അവർക്ക് നീ നൽകല്ല അല്ലാഹ്. അവർക്ക് നീ ഖൈറായ ജീവിതം നൽകണം റഹ്മാനെ. വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, വാടക വീട് താമസിക്കുന്നവരുണ്ട്. അവർക്കും നീ ഖൈറായ വീട് നൽകണം റഹ്മാനെ. വീടിന് വേണ്ടി കുറ്റിയടിച്ചവരുണ്ട്. അതുപോലെ തന്നെ റബ്ബേ വീടിനടി സ്ഥലം നോക്കുന്നവർ, വീടിന്റെ പണി പകുതിയിലായവർ എല്ലാവർക്കും അതിൻ്റെതായ ഫത്ഹുകൾ നൽകണം റഹ്മാനെ. റബ്ബേ പ്രത്യേകിച്ച് സുന്നത്തമാദിന്റെ സ്ഥാപനങ്ങളെല്ലാം കുറ്റിയടിച്ചതും പണി നടക്കുന്നതും നീ ഫതഹാക്കി തരണം റഹ്മാനെ. പ്രത്യേകിച്ച് ബാപ്പാന്റെ മഖാം പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനെ. അതിനുവേണ്ടി ഒരുപാട് മുഅ്മിനീങ്ങൾ പല ഉദ്ദേശം വെച്ച് സഹായിച്ചവരുണ്ട്, ഉദ്ദേശം പൂർത്തീകരിച്ച് അറിഞ്ഞവരുണ്ട്. അവർക്കെല്ലാം ദുആ അല്ലാതെ ഞങ്ങളിലില്ല അല്ലാഹ്. റബ്ബേ ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ സഹായിച്ചുവോ അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നിഅമത്തും നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്. അതിനുവേണ്ടി മുന്നേറ്റ് നടങ്ങുന്ന പ്രവർത്തിക്കുന്ന പ്രവർത്തകർ എഞ്ചിനീയർമാർ പോലെ ഓത്ത ആളുകൾക്കും അവർക്കും നീ ഖൈറും ബറക്കത്തും നിഅമത്തും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ.
നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്. നീ ഖായിബാക്കല്ല റഹ്മാനെ, കാലത്തിനടിസ്ഥാനത്തിൽ കോലം കെട്ടുന്ന മക്കളെ ഞങ്ങളെ നീയാക്കല്ല അല്ലാഹ്, നീയാക്കല്ല റഹ്മാനെ. അത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊള്ളണം. ഫിത്നയും ഫസാദും ഹസദും കിബറും അതേ എല്ലാ നിലക്കും അധികരിച്ച ഒരു കാലഘട്ടത്തിലാണ് എന്റെയും നിങ്ങളുടെ ജീവിതമുള്ളത്. ശ്രദ്ധിച്ചു കൊള്ളണം. ടെക്നോളജി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം, ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതേ ദീന്റെ നിലപാടിൽ ആ ടെക്നോളജി ഉപയോഗിക്കാൻ എന്നല്ലാതെ മൊബൈലാണെങ്കിലും അതുപോലെ അതിനടങ്ങുന്ന ഏതൊക്കെ അതിലടക്കപ്പെടുന്ന ഏതെല്ലാം സോഷ്യൽ മീഡിയ പോലത്തെ ഏതെല്ലാം മീഡിയകളുണ്ടോ അതെല്ലാം ദീൻ എങ്ങനെ പറഞ്ഞു ആ രൂപത്തിൽ മുഅ്മിനീങ്ങളെ യുവാക്കളെ ഉപയോഗിച്ചു കൊള്ളണം എന്നല്ലാതെ സോഷ്യൽ മീഡിയ ഏതൊക്കെ നിങ്ങൾക്കറിയുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പറയുന്ന തങ്ങൾക്കുമുണ്ട്, കേൾക്കുന്ന നിങ്ങൾക്കുമുണ്ട് എന്ന് ഇല്ല എന്നുള്ളതല്ല. നഗ്നമായ ഫോട്ടോ വീഡിയോ എടുത്ത് ഡാൻസ് ചെയ്തുള്ളത്, അങ്ങനെയുള്ള വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ഫിലിം പോലത്തെ വീഡിയോ ഉണ്ടാക്കി അല്ലെങ്കിൽ അവനവന്റെ മക്കളെ പോലത്തെ വീഡിയോകൾ ഉണ്ടാക്കിയുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കരുത്. തനിച്ച ഹറാമാണ്. സയ്യിദിനോ ഒരു ആലിമിനോ കുതുബിനോ മക്കളോ ആലിമീങ്ങൾക്കോ ഉസ്താദന്മാർക്കോ മുതഅല്ലിമീങ്ങൾക്കോ കമ്മിറ്റി ഭാരവാഹികൾക്കോ മഹല്ല് നിവാസികൾക്കോ എന്ന് അല്ലാഹു അധികാരം തന്നില്ല. അതേ ദീനെതിരെ പ്രവർത്തിക്കുന്ന ആരൊക്കെയുണ്ടോ അതിനെല്ലാം അല്ലാഹുവിന്റെ അടുത്ത് കഠിനമായ ശിക്ഷക്ക് അനുഭവിക്കേണ്ടി വരും. അത് ഏത് രൂപത്തിലാണെങ്കിലും ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിക്ക് സമയത്ത് നൽകാം, അല്ലെങ്കിൽ പിന്തിക്കാം, അല്ലെങ്കിൽ വഫാത്തിന്റെ ശേഷമാകാം. മുഅ്മിനീങ്ങളെ ഒരു നിലക്കും അതുകൊണ്ട് കാലത്തിനടിസ്ഥാനത്തിൽ കോലം കെട്ടിലൊരു ജീവിതം നയിക്കരുത്. ഏത് രൂപത്തിലും അതേ സോഷ്യൽ മീഡിയയിൽ സയ്യിദന്മാർ ആലിമീങ്ങളെ തെറി പറഞ്ഞൊരു ജീവിതം നിങ്ങൾ നയിക്കരുത്. അല്ലാഹു അനുവദനീയം തന്നില്ല. പോരാ, അതുപോലെ തന്നെ കളിയാക്കിക്കൊണ്ടുള്ളൊരു ഇപ്പോഴത്തെ പുതിയൊരു പ്രവണത തുടങ്ങിയിട്ടുണ്ട്. അതേ അവനവന്റെ ജീവിതം സോഷ്യൽ മീഡിയ പോലത്തിൽ നയിച്ചുണ്ടാക്കുന്ന ഒരു ജീവിതം, എല്ലാം ഹലാലാണ് എന്നുള്ളൊരു ജീവിതം ആരും നിങ്ങൾക്ക് അധികാരം തന്നു? ഉസ്താദന്മാർ അതുപോലെ തന്നെ ദീനിന്റെ നിലപാടിനെ കളിയാക്കിക്കൊണ്ട് അവനവന്റെ ചെറിയ മക്കളെ ഉപയോഗപ്പെടുത്തി. പേരിനോ പറയലെന്താണ് രസമല്ലേ അതിനറിയൂല എന്ന്. അതേ എനക്കും നിങ്ങൾക്ക് ഹോബിയാണെങ്കിൽ റബ്ബിന്റെ അടുത്തത് കഠിനമായ ശിക്ഷയാ. നല്ലവണ്ണം ആലോചിക്കണേ. ഒരു നിലക്കും അധികാരം തന്നില്ല. അല്ലാഹ് സോഷ്യൽ മീഡിയയിൽ അനുഭവിച്ചുള്ള ഒരു ജീവിതം, എന്തും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുള്ള ഒരു ജീവിതം നിങ്ങൾ നയിച്ചു പോകരുതേ. ശ്രദ്ധിച്ചു കൊള്ളണേ. അതേ അഡ്വർടൈസ്മെന്റിന്റെ പേരിൽ, അതേ പരസ്യ പ്രചാരണത്തിന്റെ പേരിൽ അവനവന്റെ മക്കളെയും അവനവൻ തന്നെ അതേ സാമ്പത്തിക രീതി മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ അവനവന്റെ സാമ്പത്തിക രീതി ഇതിലൂടെ നേടാനും കരുതി പല രൂപത്തിലും അഡ്വർടൈസ്മെന്റ് ജീവിതം നിങ്ങൾ നയിക്കരുത്. അത് തനിച്ച ഹറാമാ. ആവശ്യത്തിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ, ദീനിന്റെ ഉപകരണത്തിന് മാത്രമല്ലാതെ. അതേ അവനവന്റെ വ്യക്തി ജീവിതത്തിന് വേണ്ടിയിട്ട് ഹലാൽ ഹറാമാക്കരുത്, ഹറാം ഹലാലാക്കരുത്. അല്ലാഹു അധികാരം തന്നില്ല. അങ്ങനെ ഹറാം ഹലാലും ഞങ്ങളാക്കിയാൽ ഞങ്ങളിലാവാന്നല്ലാതെ ദീനിൽ ഹറാം ഹലാലാകൂല, ഹലാൽ ഹറാമുമാകൂല. ഇനി ഖിയാമം 1-ാം തീയതി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇ യൗമക്കുമത്തുൽ ദീനക്കും എന്ന് പറഞ്ഞില്ലേ? അത് മുതൽ ഇനി ഖിയാമം വരെ ആ ദീൻ എന്നേക്കും പൂർത്തീകരിച്ചു. ഇനി അതിലേക്ക് അതേ ഖിയാമം അവരെ ഖിയാസാക്കപ്പെടുക എന്നല്ലാതെ ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ട് ദീനിന്റെ കോലം മാറൂല, മാറ്റിയാൽ മാറുകയുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ ശ്രദ്ധിച്ചു കൊള്ളണം. ലോകത്തൊരു കുതുബും ഒരു സയ്യിദും ഒരു ആലിമും മാറ്റിയാൽ മാറുകയുമില്ല. ചെയ്താലോ അതിന്റെ നിലപാട് ദീന് മാറുകയുമില്ല. അത് അവന് വരെ കൊതുങ്ങൂന്നല്ലാതെ ദീനിന്റെ നിലപാട് മാറൂല. നല്ലവണ്ണം ആലോചിക്കണേ. അത് ഏത് നിലക്ക് നേതൃത്വം വഹിക്കുന്നവരാണെങ്കിലും ശരി, ദീനിനെതിരെ പ്രവർത്തിക്കാൻ അല്ലാഹു അധികാരം തന്നില്ല. അതേ മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും നഗ്നമായ ഫോട്ടോ വീഡിയോ എടുത്ത് അയക്കുന്നില്ലേ? ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലത്തതിൽ അയക്കുന്നതെല്ലാം രീതി നടക്കുന്ന നിലപാട് ഒന്ന് തന്നെ. എന്താണ്? വ്യഭിചാരം. അതേ വ്യഭിചാരം തന്നെയാണത്. പഴയ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയും പുരുഷനും നേരിട്ട് അനുഗമിക്കണമെന്നേ ഉള്ളൂ. ഇന്ന് അതിനേക്കുള്ള അവസ്ഥയിലേക്ക് അപ്പുറം റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ബുദ്ധിക്ക് തോന്നിച്ച്
ഓർമ്മിപ്പിച്ചിരുന്നെങ്കിലും മുഅ്മിനെ അത് നമ്മൾക്ക് ദീനിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങളായ എനക്കും നിങ്ങൾക്കും അതിന് അധികാരം തന്നില്ല. അതെ, അത് ഹറാമാണ്. കണ്ണുകൊണ്ടുള്ള നോട്ടം, ഒരു ഫോട്ടോ വീഡിയോ, ഒരു നഗ്നമായ ഒരു അന്യപുരുഷൻ അന്യപെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കൽ, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, നോക്കൽ വ്യഭിചാരം പോരാ. ഞാനും നിങ്ങളും ചാറ്റ് ചെയ്യുന്നു, ടൈപ്പിംഗ് വ്യഭിചാരം, കൈകൊണ്ടുള്ള വ്യഭിചാരം പോരാ. ശബ്ദങ്ങൾ കേൾക്കുന്നു, വോയിസ് അയക്കുന്നു, അതേ ചെവികൾ വേണ്ടുള്ള ഒരു വ്യഭിചാരം. അതിനുവേണ്ടി ഹറക്കാത്ത് സക്കനാത്ത് അവനവന്റെ ഓരോ ചലനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അതെല്ലാം ഹറാം. നടക്കുന്നതെന്ത്? അതേ വ്യഭിചാരം. അതെ, അതിനേക്കുള്ള ഒരു വേഗതയാണ് ഇവിടെ കൂടിയത്. ആ വേഗത ഏതാണ്? മൊബൈൽ ഉണ്ടാകുന്ന ആ സുന്നത്താകുന്ന മൊബൈൽ. ആ മൊബൈൽ ഒരു സോഷ്യൽ മീഡിയ ആവാം, അങ്ങനെ അതിന്റെ പല രൂപത്തിലുള്ള ഏത് മീഡിയ ആയിരുന്നാലും ശരി, അതെല്ലാം തനിച്ച ഹറാമാ. അല്ലാഹു അധികാരം തന്നില്ല. അനക്കും നിങ്ങൾക്കും തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ അധികാരം തന്നില്ല മുഅ്മിനീങ്ങളെ. അതേ, ഞാനും നിങ്ങളും ഇനി പ്രവർത്തിച്ചാലോ? അതേ, നേരത്തെ ഒരുപാട് ദുആ ചെയ്തില്ലേ? ആ നിലക്കുള്ള മാരകമായ രോഗം തന്ന് റബ്ബ് പരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവനവന്റെ മക്കൾക്ക്, ജനിക്കുന്ന മക്കളുടെ അവസ്ഥ എന്താണ് ആലോചിച്ചു നോക്കൂ. ക്യാൻസർ, അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ, അല്ലെങ്കിൽ കിഡ്നി ഇല്ല, അല്ലെങ്കിൽ ഡയാലിസിസ്. ആരാണ് മുഅ്മിനീങ്ങളെ ഈ രൂപത്തിൽ തരുന്നത്? ആ കുട്ടി ചെയ്ത തെറ്റെന്താണ്? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 9 മാസം കടന്നു എന്നാണോ? ആലോചിക്കണേ. ആ 9 മാസം ജനിച്ച 10 മാസം പൂർണ്ണ ഗർഭപാത്രത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മഹലായ ഫദ്ല് കൊണ്ട് എന്നല്ലാതെ എന്റെയോ നിങ്ങളോ ഡോക്ടറിന്റെ ഡേറ്റ് കൊണ്ടല്ല, അല്ലെങ്കിൽ സ്കാൻ നോക്കിക്കൊണ്ടല്ല ആ പ്രസവം നടക്കുന്നത്. അങ്ങനെ പ്രസവിച്ച കുട്ടിക്ക് അല്ലാഹു നൽകുന്നു എന്ത്? ഡയാലിസിസ്. കിഡ്നി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ചെറിയ പിഞ്ചു കുഞ്ഞി, ഒരു ദിവസം പോലും ആവാത്ത കുട്ടി പോരാ. ബ്രെയിൻ ട്യൂമർ വേറെ, കണ്ണുകൾക്ക് കിഡ്നി സ്റ്റോൺ വേറെ, അങ്ങനെ പലതും പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളെ ആലോചിച്ചു നോക്കൂ. എന്താണ് തെറ്റ് ചെയ്തത്? ആ കുട്ടി ഉമ്മാന്റെ വയറ്റിൽ കടന്നതാണോ തെറ്റ്? ആലോചിക്കണം മുഅ്മിനീങ്ങളെ, യുവതിയുവാക്കളെ, മാതാപിതാക്കളെ ആലോചിക്കണം. നിങ്ങളുടെ മുമ്പുള്ളവരുടെ ജീവിതം ആലോചിക്കണം. ഏകദേശം മധ്യവയസ്കന്മാരാണോ ഇവിടെ ഉള്ളത്? നിങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? അതേ, ഇന്നിപ്പോൾ എല്ലാ നിലക്കും കല്യാണ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ ഹറാം. ഏതാണ് ആ പ്രവണത? എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ആരാണ് മുഅ്മിനീങ്ങളെ എൻഗേജ്മെന്റ് ഹലാലാണ്, പക്ഷെ എൻഗേജ്മെന്റിനുണ്ടാകുന്ന നിലപാടാണ് ഹറാം എന്ന് പറഞ്ഞാൽ. അതെ, ഒരു പുരുഷൻ അന്യപെണ്ണിനെ കാണാൻ അല്ലാഹു സുന്നത്താക്കിയിട്ടുണ്ട്. എല്ലാ രൂപത്തിലും അതേ കുടുംബം ശരിയാണ് എന്ന് പറഞ്ഞ് അവരവരുടെ കാരണന്മാരെ ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പിച്ചതിന്റെ ശേഷം ആ ആണും പെണ്ണിനും കാണാൻ അല്ലാഹു സുന്നത്ത് നൽകിയിട്ടുണ്ട്. എന്നല്ലാതെ അതേ ശേഷമുണ്ടാകുന്ന അതേ ഇഷ്ടപ്പെട്ടതിന്റെ ശേഷം പറയാം, പേരിന് വേണമെങ്കിൽ ഒരു സ്വലാത്ത് കിതാബ് കൊടുക്കാം വേണമെങ്കിൽ, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നീട് അതേ നിക്കാഹ് ചെയ്ത് കാണാം എന്നാണ് മുഅ്മിനീങ്ങളെ. ഒരു ആണും പെണ്ണും സുന്നത്തായ ആ എൻഗേജ്മെന്റ് ഉണ്ടല്ലോ, അല്ലാഹു കണക്കാക്കിയത്, അല്ലാഹു നൽകിയത്. എന്നല്ലാതെ അതേ പൊന്നു കൊടുത്ത്, അല്ലെങ്കിൽ ഡ്രസ്സ് കൊടുത്ത്, അല്ലെങ്കിൽ അതേ മുട്ടായി കൊടുത്ത്, ഏത് നിലക്കുള്ള മുട്ടായി, ഒരു ഡസനോളം പോയിട്ട് അങ്ങനെ ഉണ്ടാകുന്ന ഒരു രീതി പോരാ. എന്നിട്ടോ കൂടെ ഒന്ന് ബീച്ചിൽ വേറെ, അല്ലെങ്കിൽ അവനെ ഇപ്പോഴത്തെ ഗാർഡൻ വേറെ, അങ്ങനെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ നയിക്കൽ തനിച്ച ഹറാമാണ്. അതിന് ഈ രൂപം ചെയ്യുന്നിടത്ത് തങ്ങളും കണക്ക്, കുത്തുബും കണക്ക്, മക്കളും കണക്ക്, മൗലാമാറും കണക്ക്, തലപ്പാവ് ധരിച്ചവനും കണക്ക്, ധരിക്കാത്തവനും കണക്ക് തന്നെ. ആരാണ് മുഅ്മിനീങ്ങളെ ഇതിന് അധികാരം തന്നു? ആലിമീങ്ങൾ ചെയ്താലും ശരി, ആലിമിന്റെ മക്കൾ ചെയ്താലും ശരി, കുത്തുബ് ചെയ്താലും ശരി, കുത്തുബിന്റെ മക്കൾ ചെയ്താലും ശരി, ഖാദി ചെയ്താലും ശരി, ഖാദിന്റെ മക്കൾ ചെയ്താലും ശരി, അതേ സയ്യിദ് ചെയ്താലും ശരി, സയ്യിദിന്റെ മക്കൾ ചെയ്താലും ശരി, ഹറാം ഹറാം തന്നെ. അല്ലാഹു അനുവദനീയം തന്നിട്ടില്ല. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് തനിച്ച ഹറാം ചെയ്യരുതേ.
അള്ളാഹു അനുവദനീയം തന്നില്ല. എന്തേ ചോദിക്കുമ്പോൾ പറയല് നാട്ടിലെ ഉർഫ്. ആരാണ് മുഅ്മിനെ നിങ്ങൾക്ക് ഉർഫ് അധികാരം തന്നു? ഉർഫ് ഹലാലിലേ ഉള്ളൂ, ഹറാമിലില്ല. അതേ നാട്ടു നടത്തിപ്പ് ഹറാമിലില്ല, ഹലാലില് മാത്രം. അതേ ഹലാൽ ഏതാണ്? ഒരു ആണും പെണ്ണും കാണാന്നല്ലാതെ ആ പെണ്ണ് ഇഷ്ടപ്പെട്ടതിന്റെ ശേഷം തന്നെ പിന്നീട് രണ്ടാമത് നോക്കാനും അള്ളാഹു അധികാരം തന്നില്ല. ആലോചിച്ചു നോക്കൂ, ആരാണ് നിക്കാഹ് സുന്നത്താക്കി തന്നത്? അല്ലാഹുവിന്റെ ദീൻ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതിയല്ലേ നമുക്ക് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്നതും അതിനോട് ശേഷം ഉണ്ടാകുന്ന ജീവിതമെല്ലാം. ഇങ്ങനെ ഒരു ജീവിതം ഹബീബിനുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ആ സുന്നത്ത് കണക്കാക്കേണ്ടത് റസൂലിനായിരുന്നു. എന്നാൽ റസൂലിനുണ്ടായിട്ടില്ല. അന്യപെണ്ണും അന്യപുരുഷനുമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആലോചിക്കണം മുഅ്മിനീങ്ങളെ. ഇന്ന് എല്ലാവരും തങ്ങളും കണക്കന്നെ, മൊയിലാറും കണക്കന്നെ. മൊയിലാറൻ ചിലക്കും 110 ഡിഗ്രി ഉണ്ടാവും, 10 ബിരുദം ഉണ്ടാവും. സഖാഫി വേറെ, അസ്ഹരി വേറെ, ദാരിമി വേറെ, അങ്ങനെ മദനി വേറെ, പലതും അങ്ങനെ പല രൂപത്തിൽ. മറ്റൊരു ഡോക്ടർ വേറെ, MBBS അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പലതും ബിരുദധാരികളും ശരി. ഇനി ഇപ്പോൾ സ്ത്രീകൾക്കുണ്ടല്ലോ ബിരുദം, അവരാണ് ശരി. എല്ലാം ഹറാം. മാതാപിതാക്കളെ നിങ്ങൾ പറഞ്ഞുകൊള്ളണം. അവനവന്റെ മക്കളെ കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ പെണ്ണാണെങ്കിൽ പറയണം, പുരുഷനോട് പറയുമ്പോൾ അത് പറ്റൂല, അത് ഹറാമാണെന്ന് പറയണം. അതിനോട് അവർക്ക് നേരം. കാരണം ഇങ്ങോട്ട് ഒരു പൊന്നു കിട്ടല്ല, അപ്പൊ ഒന്നും കൂടി അധികം പോരാ. ഈ പുരുഷനോ ഓനതിനും അതാണ് ഏറ്റവും വലിയ നിലപാട്. ഇതിൽ ഓൻ പറയല് പൊന്നു കൊടുക്കുമ്പോ തന്നെ പറയാൻ തറിയോ, ഭാര്യക്ക് കൊടുക്കുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഭാര്യ? അവര് ഭാര്യയാണ് ഖബിൽതു സവ്വതു പറയണ്ടേ? അല്ലേ? നമ്മ പഠിച്ച ദീൻ അങ്ങനെ, നിങ്ങളെ പഠിച്ച ദീൻ എന്താ? അല്ലാഹു നിങ്ങളെ പഠിച്ച നാട്ടിന്റെ ദീൻ ശരിക്കും അങ്ങനെയാണ്. പക്ഷെ അല്ലാഹുവിന്റെ ദീൻ അതില്ല. എന്താ അങ്ങനെ ഉണ്ടാകണം? ഖബിൽതു സവ്വതു ഒന്നും പാടില്ല. അതോടെ അങ്ങനെ ഇടയിൽ എല്ലാ പെണ്ണുങ്ങന്മാരും നമുക്ക് ഭാര്യയായി. ഏതെങ്കിലും ഇടയുള്ള പെണ്ണിനെ പോയിട്ട് പൊന്നെടുത്താൽ പോലെ പറ്റൂ. നമ്മൾ ചെയ്യുന്ന ദീന് അല്ലാത്ത നിലപാടാണെങ്കിൽ ഇതൊക്കെ പറ്റും. എന്നാൽ ദീനടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ ആലിമാണെങ്കിൽ ശരി, സയ്യിദാണെങ്കിൽ ശരി, കുത്തുബാണെങ്കിൽ ശരി, പാടില്ല. തനിച്ച ഹറാമാണ്. എന്നിട്ട് പോരാ, എന്നിട്ട് അവനവന്റെ മാതാപിതാക്കൾക്ക് വേറെ, കാരണന്മാർക്ക് വേറെ, പെങ്ങന്മാർ അളിയന്മാർക്ക് വേറെ, അവർക്ക് ഫോട്ടോ അയച്ച് കാണിച്ചു കൊടുക്കുക. ആരാണ് മുഅ്മിനീങ്ങൾ ഈ പെണ്ണും ആണും പെണ്ണും കിട്ടുന്നത്? അവനവന്റെ ഭർത്തൃ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ടല്ല മക്കളെ കിട്ടുന്നത്. അങ്ങനെയാണോ ഭാര്യ ഭർത്തൃ ജീവിതത്തിന് അല്ലാഹു നൽകിയ അനുവാദം? അല്ല. ഒരു പിതാവിന് കാണണമെന്ന് ദീനിലില്ല. ആ മകൻക്ക് ഇഷ്ടപ്പെട്ടോ എന്നാ കെട്ടിച്ചു കൊടുത്തോളാം. അല്ലാതെ ഉപ്പ കാണണം എന്ന് ദീനിലുണ്ടോ? നമ്മ പഠിച്ച ദീനിലില്ല. ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 10 വർഷം ഓതിയ തലയിൽ കിട്ടി നിങ്ങൾക്ക് ഇന്ന് തരും. മഹല്ലിയും ഇല്ല, ശറഉൽ മുഅദ്ദബിലും ഇല്ല, തൂഫയിലും ഇല്ല. ഏതൊക്കെ ഫിഖ്ഹിന്റെ ഷാഫി മദ്ഹബിലും അല്ലേ? 10 വർഷം ഓതിനല്ലേ, ഓതി വന്നൊന്നുമല്ലല്ലോ. ഒരു കിതാബിലുമില്ല മുഅ്മിനീങ്ങളെ. നമ്മളെ നാട്ടു നടത്തിപ്പ് എന്ന് പറഞ്ഞ ജനങ്ങൾ ചെയ്യുന്നത് ഹറാമാ. നാട്ടു നടത്തിപ്പ് അത് ഇപ്പം തുടങ്ങിയത്, മുമ്പുണ്ടായില്ല. നിങ്ങളെ മാതാപിതാക്കൾ കെട്ടീന അങ്ങനെ ആലോചിക്കും. പോരാ, എന്നിട്ട് ഒരു ഡസൻ അടക്കം പോവും ചെയ്യും. എത്രത്തോളം? ചെറിയ ഈറ്റിങ്ങൾ ഒരു 10ന്റെ നോട്ട് 20ന്റെ നോട്ട് എന്ന് പറഞ്ഞാൽ വരിക. ഒരു ചെറിയാൾക്ക് ഒരു ചെറിയ മുട്ടായി, വലിയാൾക്ക് വലിയ മുട്ടായി, ഇതിങ്ങനെ പോവാ. എന്തെന്നാ ചെയ്യുന്നതിനെ കൊണ്ട് കാര്യം? വന്നതും ഹറാമ്, പോയതും ഹറാമ്, ചെയ്തതും ഹറാം. ഹറാമ് തിന്നാന്ന് പറഞ്ഞാൽ വെറും കള്ളുടിക്കലല്ല, ഇതെല്ലാം ഹറാം തന്നെയാണ്. അതാണ് എന്നും ശുഭത്തിന്റെ മുതലത്തിനോട്ടും ഹറാമിന്റെ മുതലത്തോട്ടും ദുആ ചെയ്യണമെന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ കള്ളെന്നും ഹറാമാന്ന് എല്ലാവർക്കും അറിയില്ലേ? ആർക്കാ പറയാത്ത? ഒരു പക്വത ബുദ്ധി ദീൻ പഠിച്ചവൻക്ക് അതറിയാം. അതറിയാത്ത ആരുമില്ല. യുവതി യുവാക്കൾ മാതാപിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം. ഒരു ആണിന്റെ പിതാവാണെങ്കിൽ പറയണം, മീൻ്റെ അടുക്ക് ഒരു കുട്ടി ചോദിച്ചു ഞങ്ങൾ ദുആ ചെയ്യണം. എന്താണ് 1.5 ലക്ഷം വേണമെന്ന് പറഞ്ഞു. എന്തിനു വെച്ച്? എൻഗേജ്മെന്റ് നടത്താൻ. ചെന്തേ സ്വർഗത്ത് നിന്ന് വന്ന പെണ്ണാന്ന് വെച്ച് 1.5 ലക്ഷം റുപ്യ എൻഗേജ്മെന്റിന്, മഹറിന്, നിക്കാഹിന് അത്രയില്ല. ആരും മിനിങ്ങളെ നിങ്ങൾക്ക് ഹലാലാക്കി തന്നു? തനിച്ച ഹറാമല്ലത്. പേര് നിക്കാഹോ? എന്നാ നിക്കാഹാണ് നല്ല രൂപത്തിൽ നടത്തേണ്ടത്. അതാണ് കൊട്ടും ഉണ്ടാവില്ല. അതിന് നേരെ തിരിച്ച്. കാരണം എന്താ? ഒന്നിക്കുവൻ സ്നേഹിച്ച പെണ്ണായിരിക്കും. അപ്പൊ ഇപ്പുറത്തുള്ള ഏതെങ്കിലും സ്ഥാനം കൊണ്ട് ജയിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങി പഠിപ്പ്.
റബ്ബ് തുടങ്ങും. അവിടെ മുതൽ പരീക്ഷണം തുടങ്ങാണ്. എല്ലാ നിലക്കും ഹറാം ചെയ്തതിന് റബ്ബ് കൂട്ടു നിൽക്കൂല. എല്ലാ നിലക്കും ഹറാം. നിക്കാഹ് ചെയ്താൽ പോലെ ശേഷമുള്ള കല്യാണ ജീവിതം അതും ഹറാം. പേരിന് പാട്ടും കൂത്തും ഡാൻസുമായിട്ട് എവിടുന്ന് മുഅ്മിനീങ്ങൾ അങ്ങനെ ആക്കിയാലേ കല്യാണം ആവുകയുള്ളൂ. അങ്ങനെയാണ് ആക്കിയാൽ നിങ്ങൾ ദാമ്പത്യ ജീവിതം ആവുകയുള്ളൂ. അത് നമ്മളും നിങ്ങളിലും ഹറാമാക്കിക്കൊള്ളും. അങ്ങനെ ആക്കിയാലേ ആവുകയുള്ളൂ എന്നൊരു ചിന്ത എന്റെയും നിങ്ങളിലും ഉണ്ടെങ്കിൽ മുഅ്മിനെ റബ്ബിന്റെ ഭാഗത്ത് നിന്നും അതുപോലെ തിരിച്ചുണ്ടാകും. അതെ, അങ്ങനെ ചെയ്തിനെങ്കിലേ ഈ നിലക്കുള്ള ശിക്ഷയുണ്ടാകൂ എന്നുള്ള ബോധം വേണം. ഏതാണ് ആ ശിക്ഷ? അതേ, ജനിച്ച മക്കൾക്ക് അല്ലാഹു ഇപ്പോൾ ജനിക്കുന്ന മക്കൾ നഊദു ബില്ലാഹ് അനുഭവം പറയുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരാഴ്ച മുമ്പ് ഒരു കുട്ടിക്ക് ദുബറില്ല, പിൻദ്വാരമില്ലാതെ പോരാ, മുൻദ്വാരം പിൻദ്വാരം അങ്ങനെ ഓരോ ജസദിലുള്ള ഓരോ അവയവങ്ങളും ഇല്ലാതെ ദ്വാരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു കുട്ടിയുമായിട്ട് ഒരു മാതാപിതാവ് വന്നിട്ടുണ്ട്. മുഅ്മിനെ അറിയോ? അതേ, ദമ്പതിമാർ വെറും 29 വയസ്സുള്ള 27 വയസ്സുള്ള ചെറുപ്പക്കാരിയും ആ കുട്ടിക്ക് ആ ദമ്പതിമാർക്ക് അല്ലാഹു നൽകിയ മകളുടെ അവസ്ഥയാണ്. എന്നിട്ട് ആ കുട്ടി ആ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, അനുഭവം പറയുകയാണ്, ഓ സയ്യിദേ, ഓ തങ്ങളെ, ഒന്നിക്ക് കുട്ടിന്റെ നിലനിൽപ്പിന് ദുആ ചെയ്യണം, ദീർഘായുസ്സുള്ള ആഫിയത്തോടാണെങ്കിൽ, ഇല്ലെങ്കിലോ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു അനുഭവിച്ചവനാണ് ഞാൻ. അതേ തൊട്ടപ്പുറത്തുണ്ട് മക്കളില്ലാതെ കഷ്ടപ്പെടുന്നത് വേറെ. ആലോചിക്കും, എന്തിവര് ചെയ്ത തെറ്റ്? ഈ ദമ്പതികൾ ചെയ്ത തെറ്ററിയോ? മുമ്പൊരു കല്യാണം കഴിഞ്ഞു, ആ കല്യാണം ഇല്ലരിക്കെ ഇവർ ഇപ്പോൾ തുടങ്ങിയ ഒരു പ്രവണതയുണ്ടല്ലോ, സ്കൂളുകളിൽ ബാക്ക് ടു ബാക്ക് ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞിട്ട്, അതേ, അവനവൻ പഠിച്ച സ്കൂളുകളിൽ തിരിച്ചു പോയി. എന്നിട്ട് ആണും പെണ്ണും കലർന്നുള്ളൊരു ജീവിതം പോരാ. എന്നിട്ടോ അവര് 10ാം ക്ലാസ് പഠിച്ച അവരാരൊക്കെ ഉണ്ട്, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അവരെല്ലാം കൂടെ നിന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മുമ്പ് കഴിഞ്ഞു പോയ 10ാം ക്ലാസ്സുള്ള വിദ്യാർത്ഥിനി ഈ വിദ്യാർത്ഥിയും ആ വിദ്യാർത്ഥിനിയുമായി വീണ്ടും പ്രണയം തുടങ്ങുന്നു. എന്നിട്ടോ അതേ, എല്ലാ നിലക്കുള്ള ചാറ്റിംഗ് ഹറാം ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു നിക്കാഹ് ഉള്ളയിരിക്കെ എന്നിട്ട് ആ നിക്കാഹിനെ ത്വലാഖ് ചൊല്ലിയിട്ട് ഈ സ്ത്രീയുമായിട്ട് അതാ ഒളിച്ചോടിപ്പോയത് വേറെ. എന്നിട്ട് പകരം അതാ റബ്ബ് സുബ്ഹാനഹു വ തആല അതേ മക്കളെ നൽകി. ആ മക്കൾക്ക് അല്ലാഹു നൽകിയ ഒരു ശിക്ഷയാണ് ഈ രൂപം. അനുഭവം പറയും വേറൊന്നും പറഞ്ഞല്ല. നാടിന്റെ സ്ഥലവും പേരും ഇവിടെ ഒന്നും പറയുന്നില്ല. ഇന്നും ആ കുട്ടിയുണ്ട്. ഞാൻ നിങ്ങൾ 10 റുപ്യന്റെ ബമ്മ വാങ്ങിക്കുന്നില്ല, അതുപോലെ കണ്ണില്ല ചെവിയില്ല, പകരം ദ്വാരം. ഓരോ കൈകാലുകൾക്ക് പകരം ദ്വാരം, പിന്ദ്വാരത്തിന്റെ പകരം അവയവമില്ലാതെ ദ്വാരം. ആലോചിച്ച് നോക്കൂ. ഞാനും നിങ്ങൾ ഒരു 5 മിനിറ്റ് അതേ കണ്ണ് പൂട്ടിയാൽ തന്നെ അനക്കും നിങ്ങൾക്കും പൊറുതിമുട്ടിയില്ലേ? അതേ, കണ്ണ് ഉണ്ടായിട്ട് കണ്ണ് പൂടിയിട്ട് നമുക്ക് പൊറുതി വന്നു. അപ്പൊ കണ്ണില്ലാത്തവരവസ്ഥ ആലോചിച്ചു നോക്കൂ. കൈകാലുകളില്ലാതെ ഒരു കൈ പൊട്ടിയപ്പോൾ മറ്റേ കൈ കൊണ്ട് അനുഭവിക്കുന്ന അവസ്ഥ അറിയുന്നില്ലേ? ആലോചിച്ചു നോക്കൂ. അതൊന്നും പോരാ മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ചെയ്ത തെറ്റിന്റെ പേരിൽ ഡയാലിസ് എന്നൊരു അവസ്ഥയിലേക്ക് അല്ലാഹു ഇപ്പോൾ എത്തിച്ചിട്ടില്ലേ? അതെന്താണ്? ഞാനും നിങ്ങളും അതേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോകുന്നുണ്ട്, പക്ഷേ വേസ്റ്റ് ആയി പോകുന്നില്ല. കിഡ്നി പ്രവർത്തിക്കാത്ത സമയത്ത് കൊണ്ട് അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ടെക്നോളജിയിലൂടെ അവനവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടോയ്ലറ്റ് അങ്ങനെ ഏതൊക്കെ ബാത്റൂം അങ്ങനെ ഏതൊക്കെ പറയുന്ന അവസ്ഥയിലുണ്ടോ അതിലേക്ക് പോകാൻ പറ്റാതെ അതേ നയിച്ച പൈസയിൽ നിന്ന് 5000 10,000 ഹോസ്പിറ്റൽ ചെലവാക്കി ഓരോ ട്യൂബുകളും പൈപ്പുകളും ശരീരത്തിൽ കൊടുത്തിട്ട് അതേ അവനവൻ തിന്ന ഭക്ഷണമുണ്ടല്ലോ, അതേത് ഭക്ഷണമാണെങ്കിലും ശരി, ആ ഭക്ഷണം തിന്നാൻ വേണ്ടി അതാ പൈപ്പ് പോലത്തെ കോയിലിട്ടതിന്റെ ശേഷം മുഅ്മിനേ ആ കോയിലൂടെ അതാ വേസ്റ്റ് പുറപ്പെടുവിക്കുന്നു. എന്നിട്ടോ അതിനെ ആലോചിച്ചു നോക്കൂ. ആ വേസ്റ്റ് പുറപ്പിക്കുന്ന സമയത്ത് അവനതാ ശരീരം മറിയുന്നു.
അവനക്ക് വീണ്ടും ഒരു മരണവേദന പോലോത്ത വേദന അനുഭവിക്കുന്നുണ്ടവൻ. ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്നോട് പറഞ്ഞതാണ്, ഞാൻ കേട്ട അവസ്ഥയിലാണ് എന്നോട് പറഞ്ഞതാണ്. അള്ളാഹു നൽകിയ ശിക്ഷയാണത്. ചെയ്ത തെറ്റെന്തെന്നറിയുമോ? എല്ലാ സയ്യിദന്മാരെയും എല്ലാ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും എല്ലാതെയും ഫിത്ന പറയരു, തെറി പറയരു. അതേ രാഷ്ട്രീയത്തിന്റെ പേരിലും തെറി പറയരു. അങ്ങനെ 29 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഒരു രാത്രി വരെ ഭക്ഷണം കഴിച്ചു. ആ പിറ്റേന്ന് രാവിലെ അതാ സാന്ദർഭിക അടിസമയത്ത് അവനക്ക് ബാത്റൂമിൽ പോകാൻ കഴിയുന്നില്ല. തലേന്ന് വരെ അവനവന്റെ വൃക്ക എന്ന് പറഞ്ഞാൽ കിഡ്നി എന്ന് പറയും, അത് പ്രവർത്തിച്ച സമയത്ത് പിറ്റേന്ന് നാൾ എണീക്കുന്ന സമയത്ത് കിഡ്നി ഇല്ല മകനെ. ഓ മുഅ്മിനീങ്ങളെ, ആലോചിച്ചു നോക്കൂ. അല്ലാഹു നൽകുന്ന ശിക്ഷ എന്താണ് അവസ്ഥ? ഇത് ഞാനും നിങ്ങളും ചെയ്ത തെറ്റിന് റബ്ബ് പല രൂപത്തിലുള്ള അതേ ശിക്ഷ, പല രൂപത്തിൽ രോഗം തന്ന് പരീക്ഷിക്കാൻ തുടങ്ങി. പകർച്ചവ്യാധി പോലത്തെ കൊറോണ നടന്നില്ലേ? എന്താണ് ആ രോഗത്തിനുണ്ടായത്? എല്ലാവർക്കും ഉള്ളതുപോലെ പെനി, ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്താണ് ഉണ്ടായത്? മരണം പെട്ടെന്ന് അനുഭവിപ്പിച്ചു. ആലോചിക്കണേ. അതുകൊണ്ട് ദീനെതിരെ പ്രവർത്തിക്കല്ല. എൻഗേജ്മെന്റ് അതുപോലത്തത് ഒരു ആണും പെണ്ണും കാണുന്ന സുന്നത്ത് അത് തന്നെ. പക്ഷെ അതിനുണ്ടാകുന്ന ശേഷമുണ്ടാകുന്ന ഫോട്ടോ വീഡിയോ എടുത്താൽ അത് ഹറാമാണ്. അത് നിങ്ങൾ നയിച്ചു പോകരുത്. മാതാപിതാക്കൾ അത് പറയണം. മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പോരാ, അതിനെതിരെ ശബ്ദിച്ചാൽ, ഉസ്താദന്മാർ ശബ്ദിച്ചാലോ അവരെതിരെ നീങ്ങാൻ വേണ്ടി ഒരു കമ്മിറ്റി ഭാരവാഹികൾ വേറെയുണ്ട്. അതേ ഇതിനെതിരെ ഒരു കമ്മിറ്റി ഭാരവാഹികൾ കമ്മിറ്റിയിൽ നിന്ന് ഒരു മഹല്ലത്തിൽ നിന്ന് ഒരു ഖതീബോ ഉസ്താദോ പ്രവർത്തിച്ചാൽ പറഞ്ഞാൽ നാളെ പിറ്റേന്ന് അയാളെ സ്ഥലം മാറ്റണം എന്ന് പറഞ്ഞിട്ട് എത്രയോ ഈ മഹല്ലിലെ നാടുകളിലെ മഹല്ലത്തുകൾ അനുഭവിച്ചിട്ടുണ്ട്. ആരാണ് മുഅ്മിനീങ്ങളെ? അങ്ങനെ നിങ്ങൾ അതേ ദീ പറഞ്ഞതിന്റെ പേരിൽ ഉസ്താദന്മാരെ പുറത്താക്കിയാലും അല്ലാഹു നിങ്ങളെ വിടൂല. അവര് പഠിച്ചത് അല്ലാഹുവിന്റെ ദീനാണ്. അൽ ഉലമാ വറസതുൽ അംബിയാ. അതേ അനന്തരാവകാശം ആലിമീങ്ങൾക്കാണ്. ആ ആലിമീങ്ങൾ ഇൽമ തുറന്ന് പറയുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയം വേണ്ടതില്ല. അതേ നമ്മൾ റൂഹ് പോകുന്ന ഉള്ള കാലത്തോളം തുറന്ന് ഹക്ക് പറയുക തന്നെ ചെയ്യും. അതിനെതിരെ നിങ്ങൾ എന്ത് ശബ്ദിച്ചാലും ശരി, നിങ്ങൾ ഏത് രൂപത്തിൽ ട്രോളിയാലും ശരി, ഏത് രൂപത്തിൽ ഫിത്ന നമുക്കെതിരെ പറഞ്ഞാലും ശരി, മുഅ്മിനീങ്ങളെ ഞങ്ങളുടെ ഡ്യൂട്ടി ഇൽമ ദീൻ പറയലാ. അതുകൊണ്ട് ഹക്ക് തുറന്ന് പറയുക തന്നെ ചെയ്യും. ജനിച്ചാൽ ഒന്ന് മരിക്കും, എവിടെയാണെങ്കിലും മരിക്കും. പക്ഷെ ദീൻ തുറന്ന് പറഞ്ഞ് തന്നെ മരിച്ചോട്ടെ എന്നുള്ള നിലപാടാണ് ഞങ്ങളിലൊക്കെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പറയും. പിന്നെ മരിച്ചാൽ മയ്യിത്ത് വെക്കലോ നിങ്ങൾക്ക് വിട്ട് നമ്മക്ക് വിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ദീൻ തുറന്ന് പറയും. നിങ്ങൾക്കത് അംഗീകരിച്ച് പ്രവർത്തിച്ചാൽ പറയുന്ന എന്നോടും ഖൽബിനോട് ഞാനും പറയുകയാണ്, അതടിസ്ഥാനത്തിൽ ഞാനും പ്രവർത്തിച്ചാൽ അനക്കും നല്ലത്, നിങ്ങൾക്കും നല്ലത്. ഇല്ലെങ്കിൽ അത് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ പ്രയാസമാ. ഇത് ആ രൂപത്തിൽ നമുക്ക് അത് ഈ ദുനിയാവും ആഖിറവും എല്ലാ നിലക്കും രക്ഷ വേണമെങ്കിൽ ആലിമീങ്ങൾ സയ്യിദന്മാർ പ്രത്യേക താജുൽ ഉലമ പോലത്തെ ആലിമീങ്ങൾ വന്ന് പറഞ്ഞു തന്നില്ലേ? സുന്നത്തുർ റസൂലില്ലാഹി വജമാഅത്തി സ്വഹാബ. അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ച് ഏത് സംഘടനാ പ്രവർത്തനത്തിന്റെ ആളാണെങ്കിലും ശരി, ഏത് ആലിമാണെങ്കിലും ശരി, ഏത് ഖുത്ബാണെങ്കിലും ശരി, അതേത് സഖാഫി അസ്ഹരി ദാരിമി പോലത്തവനാണെങ്കിലും ശരി, കേരള മുസ്ലിം കർണാടക മുസ്ലിം SSF എന്ന സംഘടനാ പ്രവർത്തകനാണെങ്കിലും കമ്മിറ്റി മഹല്ല് ഭാരവാഹികൾ മഹല്ല് നിവാസികൾ ശ്രദ്ധിക്കേണ്ടത് സുന്നത്തുർ റസൂലില്ലാഹി വജമാഅത്തി സ്വഹാബ. അവര് കാണിച്ചു തന്ന രീതിയാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നയിക്കേണ്ടത്. എന്നല്ലാതെ എന്റെയും നിങ്ങളുടെയും ഉർഫ് ഹറാമ് ദീനാക്കി കൊണ്ടല്ല. അങ്ങനെ കൊണ്ടുവന്നാൽ എന്നിലേക്കും നിങ്ങളിലേക്കും വരാൻ പോകുന്ന മക്കളെ അല്ലാഹു ശിക്ഷിച്ച് പരീക്ഷിക്കുക എന്നല്ലാതെ ദീനിനെവിടെ ഒരു കോട്ടവും വരികയില്ല. അവര് പറഞ്ഞു തന്നതുപോലെ, മുൻഗാമികൾ കാണിച്ചു തന്നതുപോലെ, അവരുടെ ചരിത്രം പോലെ അതേ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും
ദിക്റും ഖുർആൻ ഷരീഫും അധികരിപ്പിച്ച് ഖൽബിലെങ്കിൽ അതെല്ലാം നിലക്കും അധികരിപ്പിച്ച് ഫിത്നയും ഫസാദും ഹസദും കിബറും ഇല്ലാതെ നല്ല തഅലീമും അദബും ഉള്ള ജീവിതം മുഅ്മിനീങ്ങളെ നയിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.